അതെന്താന്ന് ചോദിച്ചാ, ദൈവം ഒരാലോചന പറഞ്ഞു, ആ ആലോചന അനുസരിച്ച് നിന്നില്ല. യെശയ്യാ പ്രവചന പുസ്തകം 7, 8, 9 നിങ്ങൾ വായിച്ചാൽ മതി. അതിനകത്തുണ്ടത്. ഇപ്പൊ എടുക്കണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം. ഒരു ഗൃഹത്തിനു മുഴുവൻ മുഖം മറച്ച ദൈവത്തിനു വേണ്ടി പ്രവാചകൻ കാത്തിരിക്കും. യെശയ്യാവിനോട് ചോദിച്ച യെശയ്യാവ് പറയും, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചവർക്കെതിരെയാണ് ദൈവം മുഖം മറച്ചത്. ഞാൻ ദൈവത്തിന്റെ ഹിതത്തിനും ആലോചനയ്ക്കും അനുസരിച്ച് നിൽക്കുന്ന കാലത്തോളം എനിക്ക് ദൈവം മുഖം മറയ്ക്കത്തില്ല. വല്ലതും മനസ്സിലായോ? ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിന്നില്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കില്ല, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. ഒരു 10 പേരിൽ 8 പേര് ദൈവത്തെ അനുസരിക്കാതെ സമർപ്പണമില്ലാതെ നിൽക്കുന്നവരാന്ന് വെച്ച് 2 പേര് അനുസരണയുള്ളവരും സമർപ്പണമുള്ളവരാണെങ്കിൽ 8 പേരോട് കാണിക്കുന്നത് പോലെ ബാക്കി 2 പേരോട് ദൈവം കാണിക്കത്തില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 8 പേർക്ക് ദൈവം മുഖം മറച്ചാലും ആ 2 പേർക്ക് ദൈവം മുഖം മറയ്ക്കത്തില്ല, അവരോട് ദൈവം സംസാരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുന്നു, ഇന്ന് ആര് സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നോ അവരോട് ദൈവം സംസാരിക്കും. വായിക്കാം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം. മത്തായി 9:36. മത്തായിയുടെ സുവിശേഷം, അവൻ പുരുഷകാലത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവർ ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. മതി. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ ഇന്നത്തെ വിഷയം യേശുവിന്റെ മനസ്സലിവ്. അതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യേശുവിന്റെ മനസ്സലിവ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, യേശുവിനെ പോലെ മനസ്സലിവുള്ള മറ്റൊരാളില്ല. ഉണ്ടോ? യേശുവിനെക്കാട്ടിലും ഉപരി എനിക്ക് ഭയങ്കര അലിവാന്ന് പറയുന്നാലും ഉണ്ടോ ഇവിടെ? യേശുവിനെ പോലെ മനസ്സലിവുള്ള ഒരാള്. ഹല്ലേലൂയ. ഈ ഭാഗം ഞാൻ പറയാം. നമ്മളിപ്പോ വായിച്ച ഭാഗം ഞാൻ പ്രസംഗിക്കാം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ, തന്റെ സ്നാനത്തിന് ശേഷം, പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നതിന് ശേഷം, തന്റെ ഫാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട് തന്റെ ക്യാരക്ടറിൽ വെളിപ്പെട്ട് നിന്നൊരു കാര്യമാണ് മനസ്സലിവ്. മനസ്സലിവ്. മനസ്സലിവ് നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇനി യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ മനസ്സലിഞ്ഞ ആരോടാണെന്നറിയോ? യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ മനസ്സലിഞ്ഞത് പ്രഭുക്കന്മാരോടല്ല, പ്രമാണിമാരോടല്ല. ആണോ വെച്ചാൽ? മൂപ്പന്മാരോടല്ല, ശാസ്ത്രിമാരോടല്ല. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ മനസ്സലിഞ്ഞത് സാധാരണക്കാരോടും സാധുക്കളോടുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആരോടാ? സാധാരണക്കാരോടും സാധുക്കളോടുമാണ് യേശു ക്രിസ്തു മനസ്സലിഞ്ഞത്.
അങ്ങനെ നമ്മളോട് മനസ്സരിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? പറയാ മനസ്സുള്ളവര് പറഞ്ഞു. ഒരു കണ്ണും കാണാതിരുന്ന സമയത്ത്, ഒരു മനുഷ്യന് നമ്മളെ തിരിഞ്ഞു നോക്കാതിരുന്ന സമയത്ത് നമ്മളോട് മനസ്സലിവ് കാണിച്ചത് കൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഇവിടെ ആയിരിക്കും. ദൈവത്തിന്റെ മനസ്സലിവാണ് നമ്മളെ രക്ഷിച്ചത്. ഹല്ലേലൂയ. അർത്ഥം നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാപ്തിയല്ല, അല്ലെ നമ്മുടെ അറിവല്ല, നമ്മുടെ ചിന്തകളല്ല, ഇതൊന്നുമല്ല. ദൈവം നമ്മളോട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ദൈവം നമ്മളോട് മനസ്സലിഞ്ഞു. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ആമേൻ പറയാമോ? ദൈവം മനസ്സലിഞ്ഞു. അമേ, ചേറ്റിൽ കിടന്ന എന്നോടും നിന്നോടും ദൈവം മനസ്സലിഞ്ഞു. കുപ്പയിൽ കിടന്ന എന്നോടും നിന്നോടും ദൈവം മനസ്സലിഞ്ഞു. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ കിടന്നവരാ നമ്മള്? എങ്ങനെ ജീവിച്ചവരാ നമ്മള്? ചില വർഷങ്ങൾ പുറകോട്ട് നോക്കിക്കോ, കാലങ്ങൾ പുറകോട്ട് നോക്കിക്കോ, എങ്ങനെ കിടന്നവരാ. എന്നാൽ അതിൽ നിന്ന് ഇതുവരെ കൊണ്ടുവന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല. നമ്മളോട് ദൈവം മനസ്സലിവ് കാണിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയെ കുറിച്ച് പഠിച്ച സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്നലെ ഈ ദൂത് തന്നപ്പോൾ ഞാൻ ചേർത്ത് പഠിച്ചു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ. എനിക്കൊരു കാര്യം മനസ്സിലായി. ആരും മനസ്സലിവ് കാണിക്കാത്തവരോടാണ് യേശു മനസ്സലിവ് കാണിച്ചിട്ടുള്ളത്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ആരും മനസ്സലിവ് കാണിക്കാത്തവരോടാണ് യേശു ഏറ്റവും കൂടുതൽ മനസ്സലിഞ്ഞത്. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? മറക്കരുത്, മറക്കരുത്. ആരും മനസ്സലിവ് കാണിക്കാത്ത എന്നോടും നിന്നോടും ദൈവം മനസ്സലിവ് കാണിച്ചത് മറക്കരുത്. അത് മറന്ന് ജീവിക്കരുത്. വിഷയത്തിലേക്ക് വരാം. മനസ്സലിവ് ഉണ്ടാകണമെങ്കിൽ എന്താ ഉണ്ടാകണം? അതല്ല, ഒരു മനസ്സലിവ് ഉണ്ടാകണമെങ്കിൽ അവന് ഏതെല്ലാം വിധത്തിലുള്ള ക്യാരക്ടർ ഉണ്ടാവണം? എല്ലാം കൂടെ പറയാൻ നേരമില്ല, ഓടിച്ചു പറയാം. ഒന്ന്, സ്നേഹം ഉണ്ടാവണം. എന്താ ഉണ്ടാവണം? ഒരാളോട് മനസ്സലിവ് കാണിക്കണം എങ്കിൽ, ഒരാളോട് മനസ്സലിവ് കാണിക്കണം എങ്കിൽ അവന്റെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവണം. സ്നേഹമുള്ളവനെ മനസ്സലിവ് കാണിക്കുന്നു. വചനമൊക്കെ ഉണ്ട്, എടുത്ത് തെളിയിക്കാൻ നേരമില്ല, കാരണം എന്റെ ദൂത് ഇതല്ല. അതുകൊണ്ട് അപ്പൊ ഒന്നെന്ത് വേണം? സ്നേഹം വേണം. സ്നേഹമുള്ളവനെ മനസ്സലിവ് കാണിക്കുന്നു. രണ്ട്, താഴ്മ വേണം. താഴ്മയുള്ളവനെ മനസ്സലിവ് കാണിക്കുന്നു. മനസ്സിലായോ? മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് കാണാനും എണ്ണാനുമുള്ള മനസ്സുണ്ടേലേ, താഴ്മയുണ്ടേലേ മനസ്സലിവ് കാണിക്കുന്നു. ഇല്ല, ഞാൻ വലിയ അച്ഛനാന്ന് പറഞ്ഞ് ഇരിക്കും. അതാ കാര്യം. മൂന്ന്, കരുണയുണ്ടാവും. കരുണ, കരുണയും ദയയും ഉണ്ടാവും. ക്യാരക്ടറിൽ കരുണയും ദയയും ഉണ്ടാവും. അങ്ങനെയുള്ളവരെ മനസ്സലിവ് കാണിക്കും. ഹല്ലേലൂയ. അത്രയും ഭാഗം പറഞ്ഞ് ഞാൻ അതങ്ങ് വിടുക. ഇതിനെല്ലാം വചനമുണ്ട്, തെളിവ് എടുക്കാൻ സമയമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതം നന്നായിട്ട് അറിയുന്നവരാ.
യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവിനെ വിധിക്കുമ്പോൾ ഒരേ സ്വരത്തോടെ ഒരു ഗ്രൂപ്പ് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഗ്രൂപ്പുകാര് പറയുക, ഞങ്ങൾക്ക് ബറവാസിനെ എന്ത് ചെയ്യാം, വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കുറ്റവാളിയായിരിക്കുന്നവനെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, വിട്ടുതരണം, എന്നിട്ട് യേശുവിനെ ക്രൂശിക്കണം. ഇത് പറഞ്ഞതാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ കൂട്ടത്തിൽ യേശു മനസ്സലിവ് കാണിച്ച ഒറ്റ ഒരെണ്ണമില്ല. ഒരാമേൻ എത്ര പേര് പറയും? യേശു ക്രിസ്തു മനസ്സലിവ് കാണിച്ച ഒറ്റ ഒരെണ്ണം, യേശുവിനെ ക്രൂശിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ കാണാൻ വഴിയില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ആ സമയത്ത് അവരെന്താ ചെയ്തെന്നറിയാമോ? കർത്താവിന് വേണ്ടി കരഞ്ഞു. കർത്താവിനെ ഓർത്തവര് കരഞ്ഞു. കർത്താവിന്റെ കഷ്ടത കണ്ട് അവരുടെ ഹൃദയം തകർന്നു. യേശുവിനോട് യേശു ആരോടൊക്കെ മനസ്സലിവ് കാണിച്ചു, അവരെല്ലാം കർത്താവിനെതിരെ നിന്ന് നിൽക്കുവല്ല ചെയ്യുന്നത്. അവന്റെ അവസ്ഥയോർത്ത് അവര് കരഞ്ഞു. ഞാനിത് പറഞ്ഞ എന്തിനാ? മറ്റുള്ളവരോട് മനസ്സലിവ് കാണിച്ചാൽ നാളെ കരയാനും പ്രാർത്ഥിക്കാനും അവരെങ്കിലും കാണും. അതാ പറഞ്ഞു. നാളെ കരയാനും പ്രാർത്ഥിക്കാനും അവരെങ്കിലും, നിങ്ങൾ സ്തോത്രം പറയത്തില്ല, കാരണം നിങ്ങൾ കാണിക്കാറില്ലല്ലോ. കാണിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എത്ര വലിയവരായിട്ട് കാണുന്നവരും നിനക്കൊരു വീഴ്ച വരുമ്പോ മാറി നിൽക്കും. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ യേശുവിന്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മളിൽ ഒരു മനസ്സലിവ് ഉണ്ടാകണം. സ്തോത്രം. യേശുക്രിസ്തുവിന് എന്തുണ്ടായിരുന്നു? മനസ്സലിവ് ഉണ്ടായിരുന്നു. അർത്ഥം, യേശുവിന് സ്നേഹം ഉണ്ടായിരുന്നു, യേശു താഴ്മയുണ്ടായിരുന്നു, യേശുവിന് കരുണയുണ്ടായിരുന്നു, യേശുവിന് ദയുണ്ടായിരുന്നു, യേശു സൗമ്യനായിരുന്നു. ഒരുപാട് കാര്യം പറയാനുണ്ട്, എടുക്കുന്നില്ല. ഇന്നത്തെ വിഷയം അതല്ല. യേശു ആരോടൊക്കെ മനസ്സലിവ് കാണിച്ചു, അതാ വിഷയം. യേശുവിന്റെ മനസ്സലിവ്. ഞാൻ ദൂതിലേക്ക് വരാം. യേശു ആരോടെല്ലാം മനസ്സലിവ് കാണിച്ചു? സ്തോത്രം. യേശുവിന്റെ മനസ്സലിവ്. ഒന്നാമത്തത്, യേശു ആരോടാണ് മനസ്സലിവ് കാണിച്ചത്? നമ്പർ 1, വേദനപ്പെട്ടവരോട്. ആരോടാ? വേദനപ്പെട്ടവരോട്. ഈ വേദനപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ശാരീരികമായി വേദന അനുഭവിച്ചവരോട്. അവരെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ശാരീരികമായി വേദന അനുഭവിച്ചവർ. ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ എല്ലാവരും. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 34-ാം വാക്യം. അവിടെ ഒരു മനുഷ്യനെ കാണാം. മത്തായി ശ്രദ്ധിച്ചേ. യേശു മനസ്സലിഞ്ഞ്. യേശുവിന്റെ മനസ്സലിവിനെ കുറിച്ചാണ് പറയുന്നത്. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ എന്ത് ചെയ്തു? അനുഗമിച്ചു. മതി. എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോ വലിയൊരു പുരുഷാരം അവനെ എന്ത് ചെയ്തു? അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു.
നിലവിളിച്ചു. മിണ്ടാതിരിപ്പി പുരുഷാരം എന്ത് ചെയ്തു? ശാസിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? അവരധികം നിലവിളിച്ചു. ആ വാക്കിൽ ഒരാമേൻ പറയണം. അവരധികം നിലവിളിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണേ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ പര്യടനത്തിൽ താൻ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സമയം രണ്ട് കുരുടന്മാർ ഈ പോകുന്നത് യേശുവാണെന്ന് അറിഞ്ഞിട്ട് അവർ നിലവിളിച്ചു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേദനപ്പെട്ടിരിക്കുകയാ, ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാ, ഞങ്ങളുടെ ശരീരത്തിൽ ഒരു കുറവ് ഞങ്ങൾക്കുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തിൽ ഒരു കുറവ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നെന്ത് ചെയ്തു? പറയുവാനിടയായി തീർന്നു. ഉടനെ അടുത്ത് ഇരുന്നവര് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പി. അത് പറയാൻ കാര്യമുണ്ട്. ഈ കുരുടന്മാരെ ഒക്കെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതിന്റെ പുറകിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഗ്രൂപ്പ് പുറകിലുണ്ട്. ഇവർക്ക് പുതപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ബർത്തിമായി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവർക്കൊരു പുതപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് പുതച്ച് കിടന്നോണം. ഈ പുതപ്പ് വിരിച്ച് ഇതിന്റെ അകത്ത് എന്ത് ചെയ്തോണം? പൈസ ഹല്ലേലൂയ വീഴണം. അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന പുതപ്പ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇവർക്കൊരു റൂളുണ്ട്, ഒരു നിയമമുണ്ട്. ഹല്ലേലൂയ. എന്തെങ്കിലും ഞങ്ങൾക്ക് തരണേ എന്നുള്ളതല്ലാതെ മറ്റൊരു വിധത്തിലുമുള്ള സംസാരമോ നിലവിളിയോ ഒന്നും നിങ്ങൾ മുഴക്കാൻ പാടില്ല. സ്തോത്രം. ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക് ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അവരോട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ സ്വരം കേട്ടപ്പോൾ, ഇതുവഴി പോകുന്നത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? ആ നിയമ സംഗതികളെയും ആ നിർദ്ദേശങ്ങളെ എല്ലാം അവര് മറന്നിട്ട് അവര് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ നിലവിളിച്ചപ്പോഴാണ് ഈ നിയമ നടപടിയുടെ കീഴിലിരിക്കുന്ന, നിർദ്ദേശങ്ങളുടെ കീഴിലിരിക്കുന്നവര് പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരിക്കുക. സ്തോത്രം. നിങ്ങൾക്ക് നിർദ്ദേശമില്ലേ? എന്തെങ്കിലും തരണമേ എന്നുള്ളതല്ലാതെ മറ്റൊരു വിധത്തിലുള്ള സംസാരമോ നിലവിളിയോ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് നിർദ്ദേശമില്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ വചനം വായിക്കുന്നു, അവരധികം നിലവിളിച്ചു. എന്നോട് കർത്താവ് ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. ഇന്ന് അധികം ആര് നിലവിളിക്കുന്നു, അധികം ആര് കരയുന്നു, അധികം ആര് പ്രാർത്ഥിക്കുന്നു, അധികം ആര് ദൈവസന്നിധി നിലവിളിക്കുന്നു, അവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ വിഷയത്തെ അവൻ തൊടും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്നോട് അവൻ മനസ്സലിവ് കാണിക്കും. കൂടാ മനസ്സേ, നിന്റെ ശരീരത്തിന്റെ മേൽ ഏത് ബലഹീനതയാണോ നീ അനുഭവിക്കുന്നത്, ആ ബലഹീനത മൂലം നീ ഹൃദയത്തിൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, അതിന്റെ മേൽ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അതിന്റെ മേൽ മനസ്സറിയാൻ പോകുന്നു. ഇന്ന് പകൽ എത്ര പേര് ഇന്ന് ചില ബലഹീനത അനുഭവിക്കുന്ന ആത്മാവ് പറയുന്നു, ഇന്ന് പകൽ നിന്റെ നിലവിളിയുടെ ശബ്ദം, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം, നിന്റെ ആരാധനയുടെ ശബ്ദം, ഇന്ന് പകൽ നിന്നെ അലട്ടുന്ന ചില വിഷയത്തെ ദൈവത്തിന്റെ ആത്മാവ് മനസ്സലിഞ്ഞു മാറ്റാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക.
യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. യെസ്, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു, യേശു നിന്നു അവരെ വിളിച്ചു, എന്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു. അർത്ഥം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? നീ എന്താണോ ഇച്ഛിക്കുന്നത്, നീ എന്താണോ ആഗ്രഹിക്കുന്നത്, അതിന്റെ മേൽ ദൈവം മനസ്സലിയുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞത് റിസീവ് ചെയ്യും? ഹല്ലേലൂയ. നീ എന്താഗ്രഹിച്ചാണോ ഈ മീറ്റിങ്ങിന് വന്നത്, നീ എന്താഗ്രഹിച്ചാണ് സൂമിൽ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തത്, ആഗ്രഹിക്കാത്തവരോടല്ല ഞാൻ പറയുന്നത്, ചിന്തിക്കാത്തവരോടല്ല ഞാൻ പറയുന്നത്. എന്ത് ചിന്തിച്ചാണോ നീ ഇതിന്റെ അകത്ത് വന്നത്, എന്ത് ചിന്തിച്ചാണോ നീ സൂമിൽ ജോയിൻ ചെയ്തത്, ആ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവം മനസ്സലിയാൻ പോകുന്നെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുമ്പോൾ എത്ര പേര് ആമേൻ പറഞ്ഞത് റിസീവ് ചെയ്യണം? Thank you, Lord. Thank you, Lord. യേശുവിന്റെ നാമത്തിൽ ആഗ്രഹമില്ലാത്തവര് പ്രാർത്ഥിക്കണ്ട, ഇച്ഛിക്കാത്തവര് ചിന്തിക്കാത്തവര് പ്രാർത്ഥിക്കണ്ട. എന്നാ നീ ഈ മീറ്റിംഗിന് വന്നത്, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തത് ചില കാര്യങ്ങൾ ചിന്തിച്ചോണ്ടും ചില കാര്യങ്ങൾ ആഗ്രഹിച്ചോണ്ടും ആണെങ്കിൽ അങ്ങനെയുള്ളവരോട് ആത്മാവ് പറയുന്നു, നിന്നോട് ദൈവം മനസ്സറിയും. യെസ്, പ്രാപിക്കാൻ കഴിയുന്നവര് പ്രാപിച്ചോ, പ്രാപിക്കാൻ കഴിയുന്നവര് പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഇവരെന്താണോ ചിന്തിച്ചു വന്നത്, ഇവരെന്താണോ ആഗ്രഹിച്ചു വന്നത്, അതിന്റെ മേൽ ദൈവം മനസ്സറിയണമേ, ദൈവം മനസ്സറിയണമേ. ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു, സ്വർഗം മനസ്സറിയണമേ, ദൈവം മനസ്സറിയണമേ, ദൈവം മനസ്സറിയണമേ. എന്താഗ്രഹിക്കുന്നു, എന്തിച്ഛിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, അതിന്റെ മേൽ ഒരു ഓപ്പണിംഗ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക. എന്താ ഞാനൊരു ഓപ്പണിംഗ് നടക്കണമെന്ന് പറഞ്ഞ എന്താ? നിങ്ങൾ എന്തിച്ഛിക്കുന്നു എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഞങ്ങളുടെ കണ്ണ് തുറക്കണമെന്ന്. കണ്ണ് തുറക്കണമെന്നാ പറഞ്ഞത്. അർത്ഥം, അടഞ്ഞിരിക്കുന്ന ഒന്ന് തുറക്കണമെന്ന് അവര് പറഞ്ഞത്. ഹല്ലേലൂയ, കണ്ണ് തുറക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതാണ് ഞങ്ങളുടെ ഹല്ലേലൂയ ചിന്ത. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചിലത് കാണാതെ വണ്ണം നിന്റെ കണ്ണടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ദൈവം മനസ്സറിയാൻ പോവാ നിന്നോട്, ദൈവം നിന്നോട് മനസ്സറിയാൻ പോവുക. പിന്നെ നിന്റെ കണ്ണ് തുറന്ന് നീ ചിലത് കാണുമെന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. സ്വന്തം കണ്ണാൽ നീ ചിലത് കാണാൻ പോകുന്ന മാസങ്ങൾ വരുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ വെളിപ്പാടിലൂടെ ഒരു പ്രവചന ശബ്ദം കൈമാറുന്നു. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചേ. മർക്കോസ് 9:22. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും
നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. അവിടെയും യേശുവിന്റെ ഒരു മനസ്സലിവാ കാണിക്കുന്നത്. ഇത് വേദനപ്പെടുന്നവരുടെ കാര്യം കേട്ടോ, ശാരീരികമായി വേദനപ്പെടുന്നവരുടെ. ഇന്ന് പകൽ അങ്ങനെ ചില വിടുതൽ നടക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ശാരീരികമായി വേദനപ്പെടുന്നവരെ ദൈവം ഇന്ന് മനസ്സലിയാൻ പോവാ നിങ്ങളോട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചതാണ്. കൃത്യമായി മനസ്സലിഞ്ഞ് ദൈവം നിങ്ങളെ വിടുവിക്കും കേട്ടോ. ഇവിടെ ഒരു പിതാവാണ്, ഒരു പിതാവ് തന്റെ മകനു വേണ്ടി യേശുവിനോട് പറയുക, ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളെ ഒന്ന് സഹായിക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, അങ്ങനെ ഇരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, ഇനി ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനി ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. ഇനി എന്താണ് പോം വഴി എന്ന് ചിന്തിച്ചിരുന്ന് എന്നോടൊന്ന് മനസ്സറിയണേ കർത്താവേ. ആ വാക്ക് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച ചിലരോട് ആത്മാവ് പറയുന്നു, ഇത് നിനക്കുള്ള ദൂത, ഏറ്റെടുത്തോണം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം അവനെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. ശിഷ്യന്മാരോട് പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ചോടി വന്ന് അവനെ വന്ദിച്ചു. ആരെ? യേശുവിനെ കണ്ടപ്പോൾ. യേശു ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആരുമായി? ശിഷ്യന്മാരുമായി നിങ്ങൾ തർക്കിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ചിലരുടെ ജോലി ഇതാ, തർക്കിക്കുക. ഇവൻ ഇതേയുള്ള ജോലി, അതിനുവേണ്ടിയാ ചിലത് നടക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളും പ്രസംഗിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യങ്ങളും നല്ലതാണോ തീയതാണോ എന്നൊന്നും അറിയണ്ട. ഇവന്റെ ജോലി എന്താ? എപ്പോഴും തർക്കം. അങ്ങനെ കുറയണോ? തർക്കിക്കാൻ മാത്രം. സ്തോത്രം, ഹല്ലേലൂയ. ആ കൂട്ടത്തെ ഒന്നും നിങ്ങൾ വലിയ മൈൻഡ് ചെയ്യാൻ പോകണ്ട കേട്ടോ. തർക്കിക്കുന്നവർ തർക്കിച്ചോ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് നല്ലൊരു ടീച്ചറുണ്ട്, പരിശുദ്ധാത്മാവ്. നമ്മളെ പഠിപ്പിക്കുക. ദൈവാത്മാവുണ്ട്. ദൈവാത്മാവിനറിയാം നല്ലതേതാ തീയതേതാ. ദൈവാത്മാവിനറിയാം. ഞാൻ വേഗത്തിൽ വരാം കേട്ടോ. ഹല്ലേലൂയ. തർക്കിക്കുന്നത് ചോദിച്ചു. ഈ തർക്കിക്കുന്നതിനൊരു കാരണം കൂടെ ഉണ്ട്. ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു മോനെ കൊണ്ട് വന്നതാ. സ്തോത്രം. യേശുക്രിസ്തു ബിസി ആയതുകൊണ്ട് ഇവരാദ്യം വന്ന എവിടെയാ? ശിഷ്യന്മാരെടുത്താ. അപ്പൊ കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്നവരായതുകൊണ്ട് ഇവർക്കും ആ ശുശ്രൂഷ ഉണ്ടെന്നാണ് എന്ത് ചെയ്തത്? വിചാരിച്ചത്. അപ്പൊ ഇവരുടെ അടുത്ത് മോനെ കൊണ്ട് വന്നു. മോനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ മോന്റെ അവസ്ഥ ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. ഇവര് ഭയങ്കര ശാസനയാ. പക്ഷെ ഇതെന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യം പത്രോസ് വന്നു, ശാസിച്ചു, പോയില്ല. യോഹന്നാൻ വന്ന് ശാസിക്കുന്നു, പോകുന്നില്ല. എല്ലാരും വന്ന് ശാസിച്ചിട്ട് എന്ത് ചെയ്തില്ല? പോയില്ല. സ്തോത്രം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എന്റെ മകന് വിടുതല് കിട്ടിയില്ല? ഇതാണ് തർക്ക വിഷയം. മനസ്സിലായോ? ഇതാണ് തർക്ക വിഷയം. അപ്പോഴാണ് യേശു ഇത് കേട്ട് അവിടെ വരുന്നത്. ഉടനെ കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് അവരോട് തർക്കിക്കുന്നത്? അതിനുത്തരം, പുരുഷാരത്തിൽ, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും എന്ത് ചെയ്യും? അവനെ തള്ളിയിടും. അവന് പിന്നെന്ത് ചെയ്യും? നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. മനസ്സിലായോ? ഇതാണ് ഇൻസിഡന്റ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് ഒരു പൈശാചിക ബന്ധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ചിലര് പറയും, എന്നാ പാസ് അടിച്ചിട്ട് പോയാ മതി. ചിലവരെ പറയും. ഈ ചിലർ തർക്കിക്കാൻ വേണ്ടി മാത്രം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നാളി ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോ ദൈവാത്മാവ് പറഞ്ഞു,
ഈ മോളുടെ മേൽ ഒരു പൈശാചിക പോരാട്ടമുണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ വേറിട്ട് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഉടനെ ആ ഫാമിലി പറഞ്ഞു, ഓക്കെ പാസ്റ്റർ നമുക്ക് ഇരിക്കാം. ഉടനെ വേറൊരു അച്ഛനുണ്ട്, പുള്ളി അരവിശ്വാസിയാണ്. അങ്ങനെ പറഞ്ഞാല കറക്റ്റ്, അരവിശ്വാസി എന്ന് വെച്ചാൽ പകുതിയുള്ളൂ വിശ്വാസം. അപ്പം ഇതുപോലെ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ നമുക്കിപ്പം പ്രാർത്ഥിച്ചാലോ? ഞാൻ പറഞ്ഞാൽ അത് സമയമെടുത്ത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. അല്ല പാസ്റ്റർ സമയം എടുക്കുന്നത്. ഞാൻ പറഞ്ഞ അതിനകത്ത് അങ്ങനെ കാര്യങ്ങളുണ്ട്. ആദ്യം എനിക്ക് ഈ കുട്ടിയോട് സംസാരിക്കണം, അവളുടെ ഭാഗത്ത് ചില ക്രമീകരണങ്ങൾ വരുത്തണം, അതിനുശേഷം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അല്ല പാസ്റ്റർ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കാന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അച്ഛൻ ഇരുന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ അത്ര തിടുക്കമാണ്, അച്ഛൻ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പനും അമ്മയ്ക്കും ഇല്ലാതെ തിരക്ക പുള്ളിക്കും. അതൊന്നും അല്ല, വിഷയം അതൊന്നുമല്ല. പുള്ളിക്ക് എങ്ങനെങ്കിലും ഇതിന്റെ അകത്തൊരു തർക്കം എന്ത് ചെയ്യണം, കൊണ്ടുവരണം. എന്തേലും ഒരു തർക്കം കൊണ്ടുവരണം, അതാണ് വിഷയം. അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛാ, നിങ്ങൾ മനസ്സിലാക്ക്, ഇതിന്റെ അകത്ത് ആ കുട്ടിയോട് എനിക്ക് പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ അതെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് അവർ ക്രമീകരിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എന്ത് ചെയ്തോ സമ്മതിക്കത്തില്ല. അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അച്ഛന്റെ നിർബന്ധമല്ലേ നമുക്കിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ അച്ഛന്റെ ഫാമിലി ഉണ്ട്, പ്രാർത്ഥിക്കുകയായിരുന്നപ്പോഴത്തേന് അച്ഛൻ ഒരു മോനാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണ്ടേ ഇവന്റെ മേലുള്ള പിശാച് വെളിപ്പെട്ടു, ഇവന്റെ മേലുള്ള പൈശാചിക ശക്തി വെളിപ്പെട്ടു. സ്തോത്രം. അത് വെളിപ്പെട്ടു, പ്രാർത്ഥിച്ചു, അത് വിടുതലായി. സ്തോത്രം. അവന് ദൈവം ഒരു വിടുതൽ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം അച്ഛൻ എന്താ ഉദ്ദേശിച്ചേ? അച്ഛൻ ഉദ്ദേശിച്ച എന്താ? ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാക്കാം അച്ഛൻ ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ ആക്കി മാറ്റി, ദൈവം അതിനെ മഹത്വമാക്കി മാറ്റി. അച്ഛന്റെ പൈതലിന് സ്തോത്രം, അതൊരു ദൈവിക നടത്തിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യേശുക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവന്നൊരു വിഷയം ശിഷ്യന്മാരോട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ അവർക്കത് കഴിഞ്ഞില്ല. യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ കൂടെ ഇരിക്കും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കർത്താവ്. ഹല്ലേലൂയ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസത്തോടെ നീ കൽപ്പിച്ചാൽ ചിലത് അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ച ചിലത് അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. ഞാൻ ദൈവം തന്ന ദൂതിലേക്ക് വേഗത്തിൽ വരാം, ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ പിശാച് ബാധിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു പൈതൽ ഉണ്ട്. സ്തോത്രം. ഈ പൈശാചിക ശക്തി, അവന്റെ മേൽ ബാധിക്കപ്പെട്ട പൈശാചിക ശക്തിയുടെ സ്വഭാവം ഞാൻ പറയാം. ഒന്ന്, മൂകതയാണ്. അവന് മൂകതയാണ്. രണ്ട്, അപസ്മാരമുണ്ട്. പല്ല് കടിക്കും, നാക്ക് കടിക്കും, ഇതൊക്കെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ ഉണ്ട്, അടുത്തത് നിലത്ത് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്, നിലത്ത് വീഴും. അടുത്തത് ആത്മഹത്യാ ലക്ഷണങ്ങൾ. അതാ പറയുന്നത്, തീയിലും എന്താ എഴുതിയേ, തീയിലും വെള്ളത്തിലും പലപ്പോഴും ഇവനെ തള്ളിയിട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പൊ ആത്മഹത്യാ ലക്ഷണങ്ങൾ. നിലവിളിയുണ്ട്. നിലവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ദേശം മൊത്തം എന്ത് ചെയ്യും, ഇളക്കും. അതുപോലെ നിലവിളിയുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് അവനെ വിളിക്കുന്ന പേരാണ്, അവനൊരു മെന്റൽ പേഷ്യന്റ്, അവനൊരു ഭ്രാന്തന എന്നാ വിളിക്കുന്നത്. കണ്ടോ, ഒരു പിശാച് അവന്റെ മേൽ കയറിയ ഉടനെ ഏതെല്ലാം നിലയിലാ അവനോട് ആ പിശാച് പോരാടുന്നതെന്ന് നോക്കിയേ. ആ ദൈവാത്മാവ് അകത്ത് ഭരിക്കുമ്പോ അതിന്റെ വില അറിയത്തില്ല. ഒരു പിശാച് കയറണം എന്നാലേ അറിയത്തുള്ളൂ. സ്വത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് അകത്ത് ഭരിക്കുമ്പോ അതിന്റെ വില അറിയത്തില്ല. ഒരു പിശാച്, ഒരു ദുരാത്മാവ് കയറണം എന്നാലേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനൊക്കെ അവനിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുവാന്ന്.
ക്രൈസ്തലോട് ഹല്ലേലൂയ. ഞാൻ ഒത്തിരി വിഷയം പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ടാ പറയുന്നത്. ഒരു ദുരാത്മാവ് കയറിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ തെണ്ണിപ്പിക്കുന്നത് കയ്യും കണക്കുമില്ല. സ്തോത്രം. നിന്റെ അകത്ത് ദൈവാത്മാവ് ഭരിക്കുന്നുണ്ടെങ്കിൽ നീ അതോർത്ത് സ്തോത്രം ചെയ്യുക. അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന, നടത്തുന്ന, പരിപാലിക്കുന്ന നല്ലൊരു ആത്മാവിനെ ദൈവം നിന്റെ അകത്ത് വന്നിരിക്കുന്നത്. സ്തോത്രം. ഞാൻ വേഗത്തിൽ വരാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശു ക്രിസ്തു അടുത്തു വിളിച്ചു, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. കർത്താവ് ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയാവോ? അവന് ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്നവന്റെ അപ്പനോട് കർത്താവ് ഒന്നാമത്തെ ചോദ്യം ഇതാ, എത്ര നാളായിട്ട് അവൻ ഇത് സംഭവിച്ചു? അർത്ഥം, ചെറുപ്പം മുതലേ അവൻ ഇതുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? അവൻ അവനെ ചെറുപ്പകാലം മുതലേ അവനെ ഈ വിഷയം അലട്ടുന്നു, അവനെ ഈ വിഷയം അലട്ടുന്നു എന്നാണ് അവന്റെ അപ്പം പറഞ്ഞത്. ക്രൈസ്തലോട് ഇന്ന് പകൽക്കാലം ഞാനൊരു വെളിപ്പാട് പറയാം. നിന്റെ ചെറുപ്പകാലം മുതലേ നിന്നോട് പോരാടുന്ന ചില വിഷയമുണ്ട്. എല്ലാരോടും അല്ല ഈ ദൂത്, പക്ഷേ അങ്ങനെ പോരാടുന്നവർ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വരുമെന്നും സൂമി ജോയിൻ ചെയ്യുമെന്നും ദൈവാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇടപെട്ടായിരുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം കേട്ടോ. അല്ലെങ്കിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല, ചെറുപ്പകാലം മുതലേ. അങ്ങനെ ദൈവാത്മാവ് പറയുന്നേ, ചെറുപ്പകാലം മുതലേ നിന്നോട് പോരാടി നിൽക്കുന്ന ഒരു പൈശാചിക പോരാട്ടമുണ്ട്. എന്നാൽ ഇന്ന് പകൽ അതിന്റെ മേൽ ദൈവം മനസ്സലിയാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോണം കേട്ടോ, ദൈവസന്നിധി പ്രാർത്ഥിച്ചോണം. ചെറുപ്പകാലം മുതല്, ഇന്ന് നിനക്ക് എത്ര വയസ്സായെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ നിനക്ക് എത്ര ഏജായോ ഈ സമയം വരെ നിന്നോട് പോരാടി നിൽക്കുന്ന ഒരു പൈശാചിക പോരിനെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാ. ഇന്ന് വകം നീ പ്രാർത്ഥിക്ക്, അതിന്റെ മേലൊരു ജയം വീഴാൻ. ഓ കൃപ കൃപ കൃപ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ആ വിടുതലിന്റെ ശക്തി ഇറങ്ങട്ടെ. ചെറുപ്പകാലം മുതൽ, ചെറുപ്പകാലം മുതൽ, ചെറുപ്പകാലം മുതൽ നിന്നെ തകർക്കാൻ നോക്കുന്ന ആ പൈശാചിക മേഖല ഇന്ന് മകൾ എന്റെ ദൈവം അതിന്റെ മേൽ ഒരു ജയം തരും. സ്വീകരിക്കുക, സ്വീകരിക്കുക, ആ വിടുതൽ സ്വീകരിക്കുക, ആ വിടുതൽ സ്വീകരിക്കുക, ആ വിടുതൽ സ്വീകരിക്കുക. ചിലരുടെ ശരീരത്തിൽ നിന്ന് അത് അഴിയുന്നത് ഞാൻ കാണുന്നു. അഴിഞ്ഞു വരട്ടെ, അഴിഞ്ഞു വരട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. നീ എന്നോട് ദൈവം ഇങ്ങനെ പറയുന്നേ, ചിലതും നീ മറന്നുപോയി. എന്നാൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക, ചെറുപ്പം മുതൽ നിന്നോട് പോരാടുന്ന ചില പൈശാചിക പോരാട്ടം ഇന്നും നിന്നോടുണ്ട്, ഇന്നും നിന്നോടുണ്ട്. ദൈവം പറയുന്നു, നിന്റെ കണ്ണുനീരിനെ ദൈവം മനസ്സറിയും. ഇന്ന് പകൽ അത് അഴിയുന്നു, അത് അഴിയുന്നു യേശുവിന്റെ നാമത്തിൽ, അത് അഴിയുന്നു യേശുവിന്റെ നാമത്തിൽ. അത് അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. യെസ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ ദൂതിന്റെ അല്ലെങ്കിൽ വാല്യൂ എന്താന്ന് പിടികിട്ടും. ഹല്ലേലൂയ. ആ ഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ക്രൈസ്തൽ എത്ര കാലമായെന്ന് ചോദിച്ച ചെറുപ്പം മുതലേ അപ്പൻ അടുത്ത പറയുന്ന വാക്ക് കേട്ടോ, അവനെ നശിപ്പിക്കേണ്ടതിന്. എത്ര പേർക്ക് മനസ്സിലായി? ഈ ദൂതിന്റെ വില മനസ്സിലാകണമെങ്കിൽ അടുത്ത വാക്ക് വായിക്കണം. അപ്പം പറയാ, അവനെ നശിപ്പിക്കേണ്ടതിന്. ചെറുപ്പം മുതലേ അവനോട് ഇത് പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് ആത്മാവ് പറയുന്നു, നിന്നെ നശിപ്പിക്കേണ്ടതിന് ഈ ശക്തി പോരാടിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ നശിപ്പിക്കേണ്ടതിന്, നിന്നെ ഉന്മൂലനാശം വരുത്താന് ഈ ശക്തി പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ പോരാടുന്നതിന് എന്റെ കർത്താവ് അതിന്റെ മേലൊരു ജയം നിനക്ക് തരാൻ പോകുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക,
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക ശക്തി അഴിഞ്ഞു വരട്ടെ, ആ പൈശാചിക ബന്ധനം അഴിഞ്ഞു വരട്ടെ, ആ പൈശാചിക പോരാട്ടം അഴിഞ്ഞു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ അഴിഞ്ഞു മാറ്. വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നവർ, വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നവർ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇന്ന് പകൽ വിടുതൽ സ്വീകരിക്കട്ടെ, ഇന്ന് പകൽ വിടുതൽ സ്വീകരിക്കട്ടെ, ഇന്ന് പകൽ വിടുതൽ സ്വീകരിക്കട്ടെ. എന്നോട് ആത്മാവ് പറയുന്നു, ചെറുപ്പം മുതൽ നിന്നോട് പോരാടുന്ന, നിന്നെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ്, നിന്നെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ്, നിന്നെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് പോരാടി നിൽക്കുന്ന ആ പൈശാചിക ശക്തിയെ നിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് പകൽ എന്റെ ദൈവം അഴിച്ചു കളയുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ശ്രദ്ധിക്കണമേ, ഒരു സൂയിസൈഡിന്റെ ആത്മാവ് ദൈവാത്മാവ് കാണിക്കും, ഒരു സൂയിസൈഡിന്റെ ആത്മാവ്. ഈ മോൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീയിലും വെള്ളത്തിലും ഒക്കെ ഇവനെ കൊണ്ടുപോയി ചാടിയത്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പറയുന്നു, മനസ്സിനെ നിരാശപ്പെടുത്തി, മനസ്സിനെ തളർത്തി, മനസ്സിനെ നിരാശയെ കൊണ്ടിട്ട് ആത്മഹത്യ വരെ ചിന്തിക്കത്തക്കവണ്ണം നിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ആ ദുഷ്ട ശക്തിയുടെ പോരാട്ടത്തെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ അതിനെ അഴിക്കുന്നു, ആത്മാവിൽ ഞാൻ അതിനെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ ഞാൻ അതിനെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. ആ പൈശാചിക സ്പിരിറ്റിനെ, ആ പൈശാചിക സ്പിരിറ്റിനെ, ആ പൈശാചിക സ്പിരിറ്റിനെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. മാറിപ്പോകട്ടെ. ചില തലമുറകളിൽ പ്രാർത്ഥിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക. ചില തലമുറകളിൽ നിരാശകൾ കൊണ്ടിട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരുത്തുന്ന പൈശാചികന്റെ പദ്ധതി ഇന്ന് പകൽ എന്റെ ദൈവം അഴിച്ചു മാറ്റുന്നു. തലമുറയെ കുറിച്ച് വേവലാതിയുള്ള മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ, തലമുറയെ കുറിച്ച് ചിന്തയുള്ള അമ്മയപ്പന്മാരുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ അറിയുന്നില്ല അവരെ നിരാശപ്പെടുത്തുന്നുണ്ട് പിശാച് അവരെ നിരാശപ്പെടുത്തുന്നുണ്ട്. എന്തിനാ ജീവിക്കുന്നതെന്നുള്ള തോന്നൽ പിശാച് ഇടുന്നുണ്ട്. ദൈവത്തെ അറിയുന്നത് കൊണ്ട് സൂസൈഡ് ചെയ്യാത്തത്, പക്ഷെ ആ ചിന്ത ഇടുന്നുണ്ട്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം അതിനെ അഴിക്കാൻ പോവുകയാണ്. അവിടുന്ന് നടക്കട്ടെ, നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചോണം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഞാൻ ഇടുക്കിയിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മോനോട് ഞാൻ പറഞ്ഞു, മോനെ നീ എന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് കാണണം. അവൻ പറഞ്ഞു കാണാൻ പാസ്റ്റർ. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ചു, സംസാരിച്ചു. ദൈവാത്മാവ് പറഞ്ഞു, പല പ്രാവശ്യം ജീവിതം ഇല്ലാതാക്കാൻ നീ ശ്രമിച്ച ആളാണ്, പക്ഷേ നിനക്കതിന് കഴിയാതെ പോയി. ശരിയാണോ ചോദിച്ചു. നിറകണ്ണുകളോട് അവൻ പറഞ്ഞു ശരിയാണോ. സ്തോത്രം. ഞാൻ അവന്റെ പ്രശ്നമെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അവൻ എന്നോടെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, നീ ദൈവത്തിന്റെ വകയാ, നീ ദൈവത്തിനുള്ളവനാ, അതുകൊണ്ടാണ് നിന്നെ തകർക്കാൻ പിശാച് നോക്കുന്നത്. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ സമർപ്പിക്കാം പാസ്റ്റർ. അവൻ ദൈവസന്നിധി സമർപ്പിച്ചു. അവൻ ദൈവത്തോട് അടുത്തു. അവന്റെ നിരാശ മാറി.
അവന്റെ പ്രയാസം മാറി. ഇന്ന് അവൻ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പുറമെ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പിശാച് പല ചിന്തകൾ കൊണ്ടിടുന്നുണ്ട്. ഞാൻ അതിനൊരു തെളിവ് പറയാം. ഇവിടെ തന്നെ ഉണ്ട് തെളിവ്. യേശുക്രിസ്തു നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പം പറയാ, അപ്പൻ ഇത് കേട്ടെന്ന് അപ്പൻ എന്താ ചെയ്തേ? ബാലന്റെ അപ്പൻ ഉറക്കെ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൻ എന്ത് ചെയ്തു? ഉടനെ നിലവിളിച്ചു. ഞാൻ ചിന്തിക്കുക, ഇതുവരെ അങ്ങനെ നിലവിളിച്ച് കാണത്തില്ലായിരിക്കും. അതുപോലത്തെ ഒരു നിലവിളിയായിരിക്കും. കാര്യം എന്നാ അറിയാം? ഞാൻ ആദ്യം പറഞ്ഞ വിഷയമാണ്. കാരണം ഇനിയും ഇവനെ വിടുവിക്കാൻ വേറൊരിടമില്ല. ഇനി ഇവനെ നോക്കാൻ വേറൊരു ഡോക്ടർ ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിലവിളിച്ചപ്പൻ ഒരു ദൂത് പറയാം, ഉത്തരവാദിത്തപ്പെട്ടവർ കരഞ്ഞാൽ കൊച്ചുങ്ങൾ രക്ഷപ്പെടും. ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ നിന്റെ കുഞ്ഞ് രക്ഷപ്പെടും. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. നീ ഉത്തരവാദിത്തപ്പെട്ടവർ കരയാൻ തയ്യാറാണെങ്കിൽ നിന്റെ കുഞ്ഞിനോട് ദൈവം മനസ്സലിവ് കാണിക്കുമെന്ന് ആത്മാവ് പറയുക. എത്ര പേരാമേൻ പറയും? ഉത്തരവാദിത്തപ്പെട്ടവൻ കരഞ്ഞു. യേശുക്രിസ്തു മനസ്സലിഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞേ? ഊമനും ചെകിടനുമായ ആത്മാവേ. എന്ന് വെച്ചാ ഊമൻ സംസാരിക്കാൻ പറ്റത്തില്ല, ചെകിടൻ കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആത്മാവ ഇവനെ കയറി മൂടിയത്. എന്ന് പറഞ്ഞാൽ ഇവന്റെ മേൽ ഈ ചെറുപ്പം മുതൽ ഈ പൈശാചിക ശക്തി കയറിയതിന് ശേഷം ഇവൻ കേൾക്കുന്നത് മൊത്തം ഈ പിശാച് പറയുന്നത്. എന്തുമാത്രം ഉപദേശിച്ച് എന്നാ നന്നാകത്തെ? അത് കേറുന്നില്ല അകത്തോട്ട്. ഈ പിശാച് പറയുന്ന മാത്രം കേൾക്കുന്നുണ്ട്. ചെവി അടഞ്ഞിരിക്കുക, പിശാച് മാത്രം പറയുന്നേ കേൾക്കുന്നുള്ളു. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ച ചിലപ്പോ ഈ അന്തരീക്ഷം അങ്ങ് പോകും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവന് ചെവി അങ്ങ് അടച്ചു. ഇവൻ ഇപ്പൊ കേൾക്കുന്ന മൊത്തം ചാടട, മുങ്ങട, തീ ചാടട, വെള്ളത്തിൽ മുങ്ങട, ഇതൊക്കെ ഇവൻ കേൾക്കുന്നത്. ജീവിതം നശിപ്പിക്കുന്നതാ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട്, എന്നോട് പറയുന്നത് ഇതാണെന്ന്, എന്നെ ചിന്തിപ്പിക്കുന്ന ഇതാണ്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ഇതാണെന്ന് പറയാനും പറ്റുന്നില്ല. സംസാരശേഷിയില്ല. പിശാച് എന്തോ ബുദ്ധിമാനാ പിശാച്. അവൻ പറയുന്നത് മാത്രം കേൾക്കണം. രണ്ട്, എന്റെ അവസ്ഥ ഇതാണെന്ന് സ്വന്തം അപ്പനോട് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ പിശാച് ബന്ധിച്ചു. ഒന്നാലോചിച്ചേ. ഊമനും അല്ലെങ്കിൽ ചെകിടനുമായ മനുഷ്യനെ ആക്കിക്കളഞ്ഞ ആ ദുരാത്മാവിനെ കർത്താവ് പറഞ്ഞു, അവനെ വിട്ടു പോകുക. എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? അവനെ വിട്ട് പോകുക എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഒന്ന്, അവനെ വിട്ട് അത് പോയപ്പോ ഒന്ന് ചെവിയുടെ ബന്ധനം അടി, രണ്ട് നാവിന്റെ ബന്ധനം അഴിഞ്ഞു. ഇത് അഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത കേൾക്കുന്ന എന്താണെന്നറിയോ? മോനെ കൈ പിടിയടാ. അയ്യോ, നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ലേ? ഇതുവരെ അവൻ കേട്ട എന്താണെന്നറിയാമോ? ചാടടാ, മുങ്ങടാ, നിന്റെ ജീവിതം അവസാനിപ്പിക്കടാ. ഇതാണ് അവൻ കേട്ടോണ്ടിരുന്നത്. ആദ്യമായിട്ട് അവനൊരു ശബ്ദം കേൾക്കുക, മോനെ കൈക്ക് പിടിക്കുക, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ.
വചനം പറയുന്നു, യേശു അവന്റെ കൈക്ക് പിടിച്ചിട്ട് അവനെ നിവർത്തി നിർത്തിയെന്ന്. അപ്പൊ അതിനു മുമ്പ് വരെ ഇവൻ എപ്പോഴും വീഴ്ചയുള്ളായിരുന്നു. എപ്പോഴും ഇവൻ വീഴുക, എപ്പോഴും ഇവൻ താണു കിടക്കുക, എപ്പോഴും ഇവൻ നിലത്ത് കിടക്കുക, ഇത് തന്നെ സ്ഥിരം ജോലി. എന്നാൽ അവന്റെ ജീവിതത്തിൽ രണ്ട് കാര്യം നടന്നു. ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം, മോനെ കൈക്ക് പിടി. രണ്ട്, നിവർന്നു നിൽക്ക്. ഇന്ന് പകൽ ഞാൻ ആ ദൂത് മാറ്റുന്നില്ല. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് അത് തന്നെ വിളിച്ചു പറയുന്നു, നിന്നോട് മനസ്സറിയുന്നവൻ നിന്റെ കൈക്ക് പിടിക്കാൻ പോവുക. നിന്നോട് മനസ്സറിയുന്നവൻ നിന്റെ കൈക്ക് പിടിക്കാൻ പോവുക. അവൻ നിന്നെ നിവർത്തി നിർത്താൻ പോകുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് മകൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ തല താണതു മതി, നിന്റെ തല കുനിഞ്ഞതു മതി, നിന്റെ തല കാണുന്നു മതി. ദൈവം നിന്നെ നിവർത്തി. യെസ്, പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിലാ, യേശുവിന്റെ നാമത്തിലാ ദൈവം നിന്നെ നിവർത്തി നിർത്താൻ പോകുകയാ. ദൈവം നിന്നെ നിവർത്തി നിർത്താൻ പോകുകയാ. ദൈവം നിന്നെ നിവർത്തി നിർത്താൻ പോകുകയാ. ഇന്ന് അതിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക പോരാട്ടത്തെ യേശുവിന്റെ നാമത്തിൽ ശ്വാസിച്ചടച്ചുന്നു. എന്തുമാത്രം ശരീരത്തിൽ വേദന അനുഭവിച്ചു, എന്നാൽ അവനോട് ദൈവം മനസ്സലിഞ്ഞു. വേദനപ്പെടുന്നവരോട് ദൈവം എന്ത് ചെയ്യും? മനസ്സലിയും. ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് ചിലരുടെ മേലുള്ള ചില പൈശാചിക പോരാട്ടത്തിന്റെ ശക്തിയെ എന്റെ ദൈവം അടിച്ചുവിടുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ കരമുണ്ടല്ലോ, മനസ്സലിവുള്ള ദൈവത്തിന്റെ കരം നിന്നെ തൊടാൻ പോകുകയാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ നിവർത്തി നിർത്താതെ വണ്ണം നീ എവിടെ കാല് ചവിട്ടുന്നോ അവിടെ മൊത്തം താണു പോവുക. നീ എവിടെ നിൽക്കുന്നോ അവിടെ മൊത്തം നീ വീണു പോവുക. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു, നീ ശക്തമായി പ്രാർത്ഥിക്ക്. അതിന്റെ മേലുള്ള ചില പൈശാചിക തലങ്ങളെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ശാസിക്കാൻ പോവുക. ദൈവം നിന്നോട് മനസ്സലിവ് കാണിക്കാൻ പോവുക. ദൈവം നിന്നോട് മനസ്സലിവ് കാണിക്കാൻ പോവുക. ദൈവം നിന്നോട് മനസ്സലിവ് കാണിക്കാൻ പോവുക. അല്ലെങ്കിൽ ദൈവം നിന്നെ നിവർത്തി നിർത്താൻ പോകുകയാ. ഇന്ന് മകൾ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ പ്രാർത്ഥിച്ചു. ചില അശുദ്ധാത്മാവിന്റെ പോരാട്ടം, ചില ദുരാത്മാവിന്റെ പോരാട്ടം, ചില പൈശാചിക സ്പിരിറ്റിന്റെ പ്രസൻസ് ഇന്ന് മകൾ ചില വിഷയത്തിന്റെ അകത്തു നിന്ന്, ചില വ്യക്തികളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നേക്കുമായി തുടച്ചു മാറ്റുന്നു. യേശു പറഞ്ഞ വാക്കുതന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, അവനെ വിട്ടു പോകുവിൻ, ഇനിയും മേലാൽ അവന്റെ മേൽ കടക്കരുത്. ഇന്ന് മകൻ ആത്മാവ് അതുകൊണ്ട് വിളിച്ചു പറയുന്നു, അവനെ വിട്ടു മാറ്, ദൈവത്തിന്റെ മക്കളെ വിട്ടു മാറ്, ഇനിയും മേലാൽ നീ കടക്കരുത്. പിശാചേ, ഇനിയും മേലാൽ നീ കടക്കരുത്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വിടുതൽ ഞാൻ കാണുന്നു. ഞാൻ ആത്മാവിനത് കാണുന്നു. ചിലത് കടക്കത്തില്ല. കടക്കാതെ ദൈവം ചിലതിനെ ഇന്ന് പകൽ ശാസിക്കുക. വേദനപ്പെട്ടവരോട് മനസ്സലിഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, അവർക്ക് ദൈവം കാഴ്ച തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഒരപ്പനും മകനെ തിരിച്ചു കൊടുത്തു. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്നറിയാവോ? ദൈവം അവരോട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമത്തത്, ദുഃഖിക്കുന്നവരോട് ദൈവം മനസ്സലിയും. ദുഃഖിക്കുന്നവരോട് മനസ്സലിയും. ഹല്ലേലൂയ. ഒന്ന് വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. ലൂക്കോസ് 7:13. ഹല്ലേലൂയ. അവളെ കണ്ടിട്ട് യേശുവിന് എന്തായി? അവളോട് മനസ്സലിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഇത് നൈൻ എന്ന പട്ടണത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്.
ഒരമ്മയ്ക്ക് ഏക മകൻ, ആ മകൻ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. നിങ്ങൾക്കറിയാവുന്നേ, ഞാൻ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. യേശുക്രിസ്തു കവർനഹൂമിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് കർത്താവ് മുമ്പോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശതാധിപന്റെ ബാല്യക്കാരൻ സൗഖ്യമായത്. അപ്പൊ ഇത് കണ്ടിട്ട് ആൾക്കാർ യേശുവിനെ പിൻഗമിക്കുക. അപ്പൊ യേശു മുൻപേ പോകുന്നു, ആൾക്കാർ പുറകെ വലിയ പുരുഷാരം വരും. അങ്ങനെ മുൻപോട്ട് അവർ പോകുന്ന സമയത്ത് നൈൻ എന്ന പട്ടണത്തിന്റെ കവാടത്തിലെത്തി. കവാടത്തിലെത്തിയപ്പോൾ യേശുവും ശിഷ്യന്മാരും തന്നെ അനുഗമിക്കുന്ന ഒരു സംഘം അങ്ങോട്ട് ചെല്ലുക, അവിടുന്ന് ഒരു സംഘം ഇങ്ങോട്ട് വരിക. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോകുന്ന സംഘം ചിരിച്ച് സന്തോഷിച്ച് ആനന്ദിച്ചാ പോകുന്നത്. ഇങ്ങോട്ട് വരുന്ന സംഘം കരഞ്ഞ് വേദനിച്ച് നിലവിളിച്ചാ വരുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണേ, അവര് പുറത്തിറങ്ങുന്നതിന് മുമ്പ് യേശു അകത്ത് കയറി. ഹലോ, പടിവാതിക്കൽ അവര് പുറത്ത്, ആ ദേശത്തുനിന്ന് അവര് പുറത്തിറങ്ങുന്നതിന് മുമ്പ് യേശു എന്ത് ചെയ്തു? അതിന്റെ അകത്ത് കയറി. ഹല്ലേലൂയ. ഒരാമേൻ എത്ര പേര് പറയും? ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം പറയാം. ചിലത് വിട്ട് നീ ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവ് അകത്ത് കയറും കേട്ടോ. പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം. ചിലത് വിട്ട് നീ ഇറങ്ങാൻ തീരുമാനിച്ചെങ്കിൽ ഹല്ലേലൂയ, എന്നോട് കർത്താവ് പറയും ദൈവം അതിന്റെ അകത്ത് കയറും. എന്നത് പറയാം. എന്താന്ന് പറയാം? യേശു കർത്താവ് ആദ്യം നോക്കിയത്, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ. ഹല്ലേലൂയ. ഒരു മർമ്മം പറയാം. ഇങ്ങോട്ട് വരുന്ന ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ മഞ്ചവ. ഓ, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വരുന്ന ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ മഞ്ചമാ, ശവമാണ്, ശവമാണ്. എന്നാൽ അങ്ങോട്ട് പോകുന്ന ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ ജീവനാണ്. ആ ജീവന്റെ പേരാ യേശു. ഒരാമേൻ പറയാമോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ മഞ്ചമാണ്, ജീവനില്ലാത്ത ശവമാണ്, ഡെഡ് ബോഡിയാണ് കിടക്കുന്നത്. എന്നാൽ അങ്ങോട്ട് പോകുന്ന ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ ജീവനാണ്. അതാണ് സന്തോഷവും ദുഃഖവും തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ കർത്താവിന്റെ പുറകെ വരുന്നവർ സന്തോഷിച്ചാ വരുന്നത്, എന്നാൽ അവിടുന്ന് വരുന്നവർ ദുഃഖിച്ചാ വരുന്നത്. കാരണം അവരുടെ മുമ്പിൽ അവരെ വഴികാട്ടുന്നത് ഡെഡ് ബോഡിയാണ്, എന്നാൽ ഇവരെ വഴികാട്ടുന്നത് ജീവന്റെ ഉറവിടമായ ക്രിസ്തുവാണ്. ശ്രദ്ധിക്കണമേ, ശ്രദ്ധിക്കണമേ. യേശു ക്രിസ്തു അകത്തേക്ക് വന്നിട്ട് കർത്താവ് ആദ്യം നോക്കിയത് മഞ്ചത്തെ അല്ല, കർത്താവ് ആദ്യം നോക്കിയത് ഡെഡ് ബോഡി അല്ല. നമ്മളൊരു ഫ്യൂണറൽ സർവീസിന് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം പോയി എന്താ കാണുന്നത്? ജീവിച്ചിരിക്കുമ്പോ പോയി കണ്ടില്ലേലും മരിക്കുമ്പോ പോയി നമ്മൾ ആദ്യം എന്ത് കാണും? നമ്മൾ ഡെഡ് ബോഡി പോയി കാണും അല്ലേ? ആദ്യം പോയി ഡെഡ് ബോഡി കാണും. നമ്മുടെ ഒരു അച്ഛനുണ്ട്, എവിടെ പോയാലും ഡെഡ് ബോഡി കാണുകയും ചെയ്യും, ബോഡിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഇടും. സ്തോത്രം. അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും ഒരു പതിവാ, ബോഡിയുടെ അടുത്ത് എന്നിട്ട് ഒരു നോക്കിയുടെ പഴയ ഫോൺ, ബോഡിയുടെ അടുത്ത് എന്നിട്ട് അച്ഛൻ ഫോട്ടോ എടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫ്യൂണറലിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താ? ബോഡിയാ. ഒരു ശവസംസ്കാരത്തിന് പോകുമ്പോൾ ആദ്യം കാണുന്നത് എന്താ? ബോഡിയാ. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു നോക്കിയത് മഞ്ചമല്ല. യേശു ആദ്യം നോക്കിയ മഞ്ചമല്ല. യേശു ആദ്യം നോക്കിയത് ആ മഞ്ചത്തിൽ കിടക്കുന്ന മോന്റെ ഡെഡ് ബോഡിയല്ല. യേശു ആദ്യം നോക്കിയത് കരയുന്ന അമ്മയാണ്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശു ആദ്യം നോക്കിയത് കരഞ്ഞോണ്ടിരിക്കുന്ന ആ മകന്റെ മാതാവിനെയാണ്. എന്റെ കർത്താവ് ആദ്യം നോക്കിയത് ആ മാതാവിനെ കണ്ടിട്ട് യേശുവിന് മനസ്സലിഞ്ഞത്. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, കരയുന്ന നിന്റെ മുഖം കണ്ടിട്ട് ദൈവം നിന്നോട് മനസ്സലിയുക തന്നെ ചെയ്യും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് പകൽ ആത്മാവിന്റെ ഒരു ദൂത് പറയാ, പ്രവാചകന്മാര് പ്രവചിച്ചിട്ട് പറയാത്തത്, അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം ചെയ്തു തരുമെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം മനസ്സലിഞ്ഞ് നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വേഗത്തിൽ വരാം.
അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് യേശു കർത്താവ് അമ്മയോട് പറയാ, കരയണ്ട, കരയണ്ട. മനസ്സലിവുള്ളവനെ അത് പറയുന്നു, കരയണ്ട. ഇനി കരയണ്ടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. കരയണ്ട എന്ന് പറയുന്ന ആള് കരച്ചില് മാറ്റണം. നമ്മളെ കൊണ്ട് നടക്കത്തില്ല. നമ്മളും പറയാറുണ്ടല്ലേ, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, സങ്കടപ്പെടണ്ട. നമ്മളങ്ങ് പറയുന്നയാ, സ്തോത്രം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയും. പക്ഷെ യേശുക്രിസ്തു അങ്ങനല്ല. കർത്താവ് കരയണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചിരിക്കാൻ വകയുണ്ടെന്നാ, സന്തോഷിക്കാൻ വകയുണ്ട്. അതിനകത്ത് സന്തോഷിക്കാൻ അത് വകയുണ്ട്. കർത്താവ് വെറുതെ പറയത്തില്ല കരയണ്ട. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക. കർത്താവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത്, ഹല്ലേലൂയ, അത് കർത്താവ് മാറ്റും. കർത്താവ് എന്തോ പറഞ്ഞാലും അത് നടക്കും. കർത്താവ് പറയാ, അമ്മയോട് പറയാ, മാതാവേ നീ കരയണ്ട, എന്ത് ചെയ്യണ്ട, നീ കരയണ്ട എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു അങ്ങോട്ട് ചെന്നു, മഞ്ചത്തിലേക്ക് തൊട്ടു. മഞ്ചത്തിലേക്ക് തൊട്ടു. ആ തൊട്ടത് വലിയ വിഷയമായി. അറിയാലോ, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. തൊട്ടത് എന്തായി, വലിയ വിഷയമായി. അത് വേറൊന്നും കൊണ്ടല്ല, ഹല്ലേലൂയ, ദൈവവചനം പഠിപ്പിക്കുന്നത് ലേവ്യ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ശവമഞ്ചങ്ങളെ തൊടരുത്, തൊട്ടാൽ അവരശുദ്ധരാകും. അത് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണമാണ്. സ്തോത്രം. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സമയമില്ല. ഹല്ലേലൂയ, അത് പ്രമാണമാണ്. എന്ത് ചെയ്യരുത്, തൊടരുത്. ഹല്ലേലൂയ. രക്തസ്രവമുള്ള, അതുപോലെ മരിച്ച, സ്തോത്രം, ഇതെല്ലാം എവിടെ കൊണ്ടുപോകണം, പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം. ഇതിനെ തൊടാൻ പാടില്ല, അത് നിയമമാണ്. പ്രത്യേകിച്ച് യഹൂദന്മാര് തൊടരുത്, അത് നിയമമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു ആ നിയമം ഒന്നും ഓർത്തില്ല. കർത്താവ് പറയുന്ന, കരയണ്ട, ഞാൻ നിന്നോട് മനസ്സലിയ. മഞ്ചത്തിലോട്ട് തൊട്ടതാണ് അവിടെ പ്രശ്നമായത്. നിങ്ങൾ താഴോട്ട് പിന്നെ വായിച്ചാൽ മതി. തൊട്ടത് പ്രശ്നമായി. അതുകൊണ്ട് ഈ പ്രമാണം കിടക്കുന്നുണ്ടാ. ഹല്ലേലൂയ. പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, തൊട്ടപ്പോൾ ആ മോൻ എഴുന്നേറ്റു. ഓ, കൃപ. ഞാൻ എന്റെ ഭാവനയിൽ അങ്ങ് ചിന്തിച്ചു. ഈ ഭാഗം ധ്യാനിച്ചപ്പോ ഞാൻ ചിന്തിച്ചു, ഡെഡ് ബോഡി കൊണ്ട് പോവാ, പെട്ടെന്ന് മരിച്ചാൽ എഴുന്നേൽക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ നമ്മൾ ഡെഡ് ബോഡി കൊണ്ട് പോവാ, പെട്ടെന്ന് പോകുന്നുണ്ടേ എഴുന്നേറ്റ് നിന്ന്, അച്ഛാ എന്നെ ഉണ്ടെന്ന് ചോദിച്ചാലോ? അടുത്ത നമ്മളെ കൊണ്ടുപോണ്ടി വരും അല്ലേ? ആ പുള്ളി ഇറങ്ങിയിട്ട് നമ്മളതിനകത്ത് കയറി കിടക്കേണ്ടി വരും അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ദൈവമേ, ആ ചുമന്നവരൊക്കെ എവിടെ പോയി? എന്തെങ്കിലും ആയിക്കോട്ടെ. ഹല്ലേലൂയ. വചനം ഏതായാലും എഴുതിയിട്ടില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. കർത്താവ് തൊട്ടു, അകത്ത് മരിച്ചു കിടക്കുന്നവർ എഴുന്നേറ്റു. ഞാൻ അതല്ല പറയാൻ വന്നത്. എഴുന്നേറ്റിട്ട് അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കൊടുത്തു. ശ്രദ്ധിക്കണമേ, ഞാൻ ആദ്യം പറഞ്ഞത് ഫിസിക്കലായിട്ടുള്ള വേദനയാ. പക്ഷെ ഇപ്പൊ പറയുന്നത് മെന്റലി ഉള്ള വേദനയാ. അല്ലെങ്കിൽ ആ അമ്മയുടെ മനസ്സ് തകർന്നിരിക്കുക. കാരണം ആ അമ്മ ഡിപ്പെൻഡ് ചെയ്തത് ഈ മോനെയാ. ഈ മോൻ മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മയെ സഹായിക്കാൻ, അമ്മ കരഞ്ഞ കണ്ണുനീരൊപ്പാൻ, അമ്മയ്ക്ക് കൂടെ നിൽക്കാൻ, അമ്മയ്ക്ക് വേണ്ടുന്നത് ചെയ്യാൻ, അമ്മയ്ക്ക് ചേർത്ത് പിടിക്കാൻ, അമ്മയ്ക്ക് സ്നേഹിക്കാൻ ഈ മോനല്ലാതെ വേറെ ആരുമില്ല. ആ ഒരു സന്ദർഭത്തിൽ എന്റെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ആ കുഞ്ഞ് ജീവിച്ചു, ആ അമ്മയെ കർത്താവ് ഏൽപ്പിച്ചു. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ കണ്ണു തുറന്നപ്പോൾ അവൻ യേശുവിനെ അനുഗമിച്ചു. പക്ഷെ ഈ മോനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞില്ല, നീ എന്റെ കൂടെ പോരണമെന്ന് കർത്താവ് പറഞ്ഞില്ല. മറിച്ച് ആ അമ്മയെ ഏൽപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? അമ്മയെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. ഹൃദയം തകർന്നിരുന്ന അമ്മയ്ക്ക് ആ തലമുറയെ മടക്കി കൊടുത്ത ഒരു മനസ്സലിവുണ്ട്. അതാണ് എന്റെ യേശുവിന്റെ മനസ്സലിവ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? ഹൃദയം തകർന്നിരുന്ന ആ അമ്മയ്ക്ക് ദൈവം തിരികെ മകനെ കൊടുത്തു. അതാണ് യേശുവിന്റെ മനസ്സലിവ്. ഇന്ന് പകൽ ആത്മാവ് ഒരു ദൂത് പറയുന്നു. തലമുറ ഓർത്ത് കരയുന്ന മാതാവേ, നിന്റെ ആത്മാവ് പറയുന്നു, നീ തലമുറയോർത്ത് തിരിയുണ്ട. ദൈവം നിന്നോട് മനസ്സലിയും. ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടുന്നത് ഒരുക്കി തരും.
വിശ്വസിക്കുന്നവരാമേ പറ. നിന്റെ തലമുറയെ എന്റെ ദൈവം നിനക്ക് തരും കേട്ടോ. മടക്കി തരും, മടക്കി തരും, മടക്കി തരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടുന്നത് അവൻ ചെയ്തു തരും. മക്കളെ ഓർത്ത് കരയുന്ന അപ്പനമ്മയുണ്ടോ? മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാരുണ്ടോ? അവരോട് പരിശുദ്ധാത്മ പറയും, നീ അവരെ ഓർത്ത് ഇനി കരയണ്ട. ദൈവം മനസ്സറിയാൻ പോവാ. ദൈവം മനസ്സറിയാൻ പോവാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടുന്നത് നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം മനസ്സറിയും. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുക, സമയം പോകുന്നു. മൂന്നാമത്തെ കാര്യം, അപ്പൊ 1 വേദനിക്കുന്നവരോട്, 2 ദുഃഖിക്കുന്നവരോട്, 3 മത്തായിയുടെ സുവിശേഷം 15:32 വിശക്കുന്നവരോട്. വിശക്കുന്നവരോട് ദൈവം മനസ്സറിയും. മത്തായി 15 വായിച്ചേ, 32. ഹല്ലേലൂയ. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. മൂന്നാമത്തെ കാര്യം, യേശു മനസ്സലിഞ്ഞ ആരോടാണെന്നറിയോ? വിശക്കുന്നവരോട്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു വലിയ പുരുഷാരം കർത്താവിനോടൊപ്പം, ഹല്ലേലൂയ, കർത്താവിനോടൊപ്പം ആയിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണ്ടോ ഈ മക്കളെ? 3 ദിവസം ആയി. കർത്താവ് പറഞ്ഞു, 3 ദിവസമായിട്ട് ഇവർ എന്റെ കൂടെ ഉണ്ട്. ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഇവർക്കൊന്നും ഭക്ഷിക്കാൻ കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഉടനെ യേശുക്രിസ്തു പറഞ്ഞു, വഴിയരികിൽ വെച്ച് അവരെത്തിയിരുത്, തളർന്നു പോകരുത്. അപ്പം ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. എവിടെ നിന്ന് കിട്ടും? ശ്രദ്ധിച്ചു കേട്ടോണേ. നമ്മളിപ്പോ ആയിരിക്കുന്ന ഈ സ്ഥലത്തെ ഇത്രയും പേർക്ക് മത്തായി പറയുന്നു, പുരുഷന്മാര് തന്നെ 4000 പേരുണ്ടായിരുന്നു. മത്തായിനകത്ത് പറയുന്നു പുരുഷന്മാര് തന്നെ 4000. അപ്പൊ അവരുടെ വൈഫ്, കുഞ്ഞുങ്ങള് ഒന്ന് ആലോചിച്ചോ. അപ്പൊ ഇത്രയും പേർക്ക് എങ്ങനെ നമ്മൾ ആഹാരം കൊടുക്കും? എങ്ങനെ അവർക്ക് തൃപ്തി വരും? സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നിന്റെ വിശപ്പിനുള്ളത് ദൈവം മനസ്സറിയും കേട്ടോ. നിന്റെ വിശപ്പ് ദൈവം അറിയുന്നുണ്ട്. ഇത് ആത്മീയമായിട്ടൊന്നും എടുക്കണ്ട. നിന്റെ ശരീരത്തിന്റെ വിശപ്പ് തന്നെ പറയുന്നത്. നിന്റെ വിശപ്പ് ദൈവം അറിയുന്നുണ്ട്. നിന്റെ കലത്തിൽ മാവുണ്ടോ, ഭരണിയിൽ എണ്ണയുണ്ടോ എന്ന് ദൈവം അറിയുന്നുണ്ട്. നിന്നോട് ദൈവം മനസ്സലിയും കേട്ടോ. ദൈവം നിന്നോട് മനസ്സലിയും. നിനക്ക് വേണ്ടുന്നത് ദൈവം തരും കേട്ടോ. വേണ്ടുന്ന ദൈവം തരും. ഞാൻ മടങ്ങി വരിക, ശ്രദ്ധിച്ചു കേട്ടേ. ഈ മെയിൻ പ്രോബ്ലം എന്നാണെന്നറിയോ? മെയിൻ പ്രശ്നം എന്നാണെന്നറിയോ? അവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടുന്ന് കൊടുക്കുമെന്ന് ശിഷ്യന്മാര് ചോദിക്കുമ്പോൾ യേശുവിന്റെ അടുത്ത ചോദ്യം കേട്ടോ. ഇപ്പം ഞാൻ പറയാ, നമുക്ക് ഇവരൊക്കെ ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ എവിടുന്ന് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടുന്ന് നമ്മൾ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചിന്ത വരും, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാകും അടുത്ത ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ യേശു ചോദിച്ച ചോദ്യം എന്താ? നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ടെന്ന്. സ്തോത്രം. ശ്രദ്ധിച്ചേ, യേശു ചോദിച്ച ചോദ്യം കേട്ടോ, നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്. ഇവരെന്താ ആദ്യം പറഞ്ഞത്? ഈ കാട്ടിലിരിക്കുന്നവർക്ക് എങ്ങനെ നമ്മൾ ആഹാരം കൊടുക്കും? കർത്താവ്
ഒരു ഐഡിയ അല്ല പറഞ്ഞത്. കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ടെന്നാ കർത്താവ് ചോദിച്ചത്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അറിയോ? നമ്മളെ നന്നാകാത്തതിന്റെ കാര്യം അറിയാം. ഒന്ന്, നമ്മൾ ഉള്ളത് പറയത്തില്ല. ഉള്ളത് എന്ത് ചെയ്തില്ല? നമ്മൾ പറയത്തില്ല. സ്തോത്രം. നമ്മൾ ഉള്ളത് എന്ത് ചെയ്യും? ദൈവത്തോട് പറയത്തില്ല. ഉള്ളത് പറയത്തില്ല നമ്മള്. സ്തോത്രം. ഉള്ളത് പറയത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? എനിക്ക് മാത്രം. സെൽഫിഷാ. എനിക്ക് മാത്രം. എല്ലാം എനിക്ക് മാത്രം. ഇതാ കാര്യം. അപ്പൊ ഉള്ളത് എന്ത് ചെയ്യത്തില്ല? പറയത്തുമില്ല. സ്വാർത്ഥ സ്വഭാവമാണ്. ഇവിടെ ശിഷ്യന്മാരെ നോക്കിക്കേ. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചപ്പോ, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പം ഉണ്ട് എന്ന് പറയണ്ടേ? ഞങ്ങളുടെ കയ്യിൽ 5 അപ്പം ഉണ്ടെന്ന് പറയണ്ടേ? അത് പറയാതെ കർത്താവിനോട് ചോദിക്കുക, ഇതെങ്ങനെ ശരിയാകുന്നത്? ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് എന്ന് കർത്താവിനോട് ചോദിക്കുക. ശ്രദ്ധിച്ചു കേട്ടോണം. ഇവര് മറച്ചു വെച്ചത് ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇവര് മറച്ചു വെച്ച ദൈവം എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ടെന്നാ ചോദിച്ചത്. പക്ഷേ മീൻ വരെ പുറത്തു വന്നു. ഹലോ, മനസ്സിലായോ? കർത്താവ് ചോദിച്ചെന്താ? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? ഉടനെ ശിഷ്യന്മാര് പറയാ, അപ്പം ഉണ്ട്, മീനും ഉണ്ട്. സ്വന്തം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോ. ഹല്ലേലൂയ. ഉള്ളത് ദൈവകരത്തിൽ കൊടുക്കാമോ? ഉള്ളത് കൊടുക്കാമോ? എന്റെ ഇത്രേ ഉള്ളു കർത്താവേ, എനിക്ക് ഇത്രേ ഉള്ളു കർത്താവേ. ഉള്ളത് പറയാമോ? ദൈവം നിന്നെ മാനിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഒരിക്കൽ, എനിക്കിതൊന്നും പറയുന്നത് ഇഷ്ടമല്ല, എന്നാലും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയാം. ഞാൻ ഒരിക്കൽ, സ്തോത്രം, ഒരു ഉപവാസ പ്രാർത്ഥന ഇതുപോലെ എനിക്ക് പോണം, ഒരു ഫാസ്റ്റിംഗ് പ്രയറിന് പ്രസംഗിക്കാൻ പോണം. ഞാൻ നോക്കിയപ്പോ എന്റെ പേഴ്സിൽ പൈസ ഇല്ല. സ്തോത്രം. എനിക്ക് അടുത്ത ദിവസം പോകേണ്ടതാ. പേഴ്സിൽ പൈസ ഇല്ല. സ്തോത്രം. ഞാനപ്പോ പേഴ്സ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, കണ്ടല്ലോ, എനിക്ക് അടുത്ത ദിവസം മീറ്റിങ്ങിന് പോകേണ്ടതാ. കണ്ടല്ലോ, എന്റെ പേഴ്സിൽ പൈസ ഇല്ല. ഹല്ലേലൂയ. എനിക്ക് കാർ ഓടിച്ച് അത്രയും ദൂരം പോകണം, പെട്രോൾ വേണം, എന്റെ പേഴ്സിൽ പൈസ ഇല്ല. സ്തോത്രം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓപ്പണായി, കർത്താവ് ഇത് കണ്ടല്ലോ, എനിക്ക് അങ്ങേ പ്രസംഗിക്കാൻ പോകേണ്ടതാ. ഹല്ലേലൂയ. ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ പേഴ്സ് എടുത്ത് വെച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ എന്റെ അക്കൗണ്ടിൽ ഒരു ദശാംശം ഒരാൾ അയച്ചു. അയ്യോ, നിങ്ങൾക്ക് ഇത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകലൊരു ദൂത് പറയാം. ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞോണം. ഒരു ദൂത് ഞാൻ പറയാം. നിനക്കുള്ളത് നീ ഇന്ന് കൊടുത്താൽ, ഇല്ലാത്തവർ കൂടെ കൊടുക്കാനുള്ളത് ദൈവം നിന്റെ കരത്തിൽ തരുമെന്ന് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞത് സ്വീകരിക്കും? ശിഷ്യന്മാരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 5 അപ്പവും 2 മീനുമാണ്. എന്നാൽ അവരുള്ളത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇല്ലാത്തവർ കൂടെ കൊടുക്കാനുള്ളത് അവരുടെ കരത്തിൽ എന്റെ ദൈവം ഏൽപ്പിച്ചെന്ന് ഇന്ന് പകൽ ആരോ ഇല്ലാത്തവർ കൂടെ എത്ര പേരുണ്ട് സ്വീകരിച്ചു? ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളത് നീ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇല്ലാത്തവർ കൂടി കൊടുക്കത്തക്കവണ്ണം നിന്റെ കയ്യെ നിറയ്ക്കുന്ന നാള് വരുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ആ ദൂതൊന്ന് സമാധാനം
നിനക്കുള്ളത് നീ ദൈവത്തിന് കൊടുത്തവർ കൂടെ കൊടുക്കാൻ നിന്റെ കയ്യെ ദൈവം നിറയ്ക്കും. നിന്റെ കയ്യെ ദൈവം നിറയ്ക്കും. കേട്ടോ, ദൂത് കേട്ടോ, ദൂത് കേട്ടോ. ഇതിനെ ഒരു പിശാചും തടയത്തില്ല. ആമേൻ പറഞ്ഞു. ഒരു പിശാചും ഇതിനെ തടയത്തില്ല. നിനക്കുള്ളത് നീ ദൈവത്തോട് പറ. കർത്താവ്, എനിക്ക് ഇത്രേ ഉള്ളൂ, എനിക്ക് ഇതേ ഉള്ളൂ. ഉള്ളത് നീ ദൈവത്തോട് പറ. ഉള്ളത് നീ ദൈവത്തോട് പറ. അങ്ങനെ പറയുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇല്ലാത്തവർ കൂടെ കൊടുക്കാൻ നിന്റെ കയ്യെ ദൈവം നിറയ്ക്കും. അവർ കൂടെ കൊടുക്കാൻ നിന്റെ കയ്യെ ദൈവം നിറയ്ക്കും. ഈ അല്ലെ അത്ര ഉള്ളായിരുന്നു. ശ്രദ്ധിച്ച് കേട്ടതിയോ മക്കളെ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കൈ കൊടുത്തത് വാഴ്ത്തി. നിങ്ങൾ നോക്കിക്കേ, കർത്താവിന്റെ കൊടുത്തപ്പോൾ അവർക്ക് പോലും തികയത്തില്ലായിരുന്നു. എന്നാൽ കർത്താവ് മേടിച്ചിട്ട് തിരികെ കൊടുത്തപ്പോൾ അവർക്ക് മാത്രം തികയല്ല, ഇല്ലാതെ ഇരുന്ന അത്രയും ജനത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന്. ഹല്ലേലൂയ. അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവിനോട് വളരെ ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. ഉള്ളത് ദൈവത്തിന് കൊടുത്തു. ദൈവം നിന്റെ കയ്യെ നിറയ്ക്കും. ദൈവം നിന്റെ കയ്യെ നിറയ്ക്കും. ദൈവം നിന്റെ കയ്യെ നിറയ്ക്കും. ഈ വാക്ക് അടിവരയിട്ട് നീ പ്രാർത്ഥിച്ചു. ഉള്ളത് അവര് കൊടുത്തപ്പോൾ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ അവരുടെ കയ്യെ ദൈവം നിറച്ചു. കൃപ 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 കൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശക്കുന്നവർക്ക് വേണ്ടി മനസ്സലിയുന്ന ദൈവം. എനിക്കറിയാം, ഇന്ന് പകൽ പലരും പല വിഷയത്തിൽ വിശന്നിരിക്കുക. ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ. ഉള്ളത് നീ ദൈവത്തിന് കൊടുക്ക്. ദൈവം നിനക്ക് ഇല്ലാത്തവർ കൂടെ കൊടുക്കത്തക്കവണ്ണം നിന്റെ കയ്യെ ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശിഷ്യന്മാർ നിറച്ചു. അവിടെ കൊണ്ട് തീർന്നു ആ ദൂത്? ഇല്ല. വചനം എന്ന് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ, ബാക്കി ശേഷിപ്പ് വന്നെന്ന്. ഓ കൃപ. ബാക്കി ശേഷിപ്പ് വന്നെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. ദൈവം ഒരു വിഷയത്തെ മനസ്സലിഞ്ഞ് ദൈവ ആ വിഷയത്തെ ഏറ്റെടുത്ത് ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അനുഗ്രഹത്തിന്റെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിനെ തടയാൻ, അതിനെ കെട്ടി തടഞ്ഞു വെക്കാൻ ഒരു ബണ്ടിനും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ പറ. ദൈവം ഒരു കാര്യം മനസ്സലിഞ്ഞ് നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നിറയ്ക്കുകയല്ലാതെ കുഞ്ഞെ അത് തീർന്നു പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി പറഞ്ഞത്? അവിടെ അതാ നടന്നത്. ഞാൻ വേഗത്തിൽ വരാം. അടുത്ത കാര്യം. അപ്പം 3 ഞാൻ പറഞ്ഞത് വിശക്കുന്നവർക്ക് വേണ്ടി മനസ്സലിയും. 4-മത്തത് ഏകാന്തത അനുഭവിക്കുന്നവരോട് ദൈവം മനസ്സലിയും. മർക്കോസിന്റെ സുവിശേഷം 1:41 വേഗത്തിൽ വായിച്ചോ. മർക്കോസ് 1:41. ഏകാന്തത അനുഭവിക്കുന്നവരോട് വേഗത്തിൽ പറഞ്ഞു വിടുക. മർക്കോസ് 1:41. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. മതി. ഒരു കുഷ്ഠരോഗിയെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. കുഷ്ഠരോഗി യേശുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, കർത്താവേ, എനിക്ക് എന്ത് ചെയ്യണം? സൗഖ്യമാകണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. അവനെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞു. ഏകാന്തത അനുഭവിക്കുന്നവരോട്, അതായത് കുഷ്ഠരോഗികളെ സംബന്ധിച്ച്
അവർക്ക് കുഷ്ഠം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനുമായിട്ട് സമ്പർക്കം പാടില്ല. അവര് പാളയത്തിന് പുറത്തു പോകണം. ഹല്ലേലൂയ. പുരോഹിതൻ ഇവൻ ശുദ്ധിയുള്ളവനാണെന്ന് പറയാതെ ഈ മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല, ശുദ്ധിയുള്ളവൻ ആകത്തില്ല. അതാണ് പ്രമാണം. പ്രമാണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ലേവ്യ പുസ്തകം 15-ാം അധ്യായം 5-ാം അധ്യായം ഒക്കെ നിങ്ങൾ എടുത്ത് വായിച്ചാൽ മതി. സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എല്ലാവരാലും ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യൻ യേശുവിന്റെ ശ്രുതി കേട്ടപ്പോൾ ഓടി യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടവനാ, ഞാൻ തനിച്ചാക്കപ്പെട്ടവനാ, ഈ കുഷ്ഠരോഗം കാരണം ഞാൻ പാളയത്തിന് പുറത്താ. അപ്പാ, നിനക്ക് മനസ്സുണ്ട്, നീ എന്നെ ഒന്ന് സൗഖ്യമാക്കണേ. യേശു, വചനം പറയുന്ന യേശു അവനോട് മനസ്സലിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട്, നീ എന്ത് ചെയ്യുക, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ക്ഷണത്തിൽ അവൻ സൗഖ്യമായി. നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ യേശു അവനോട് മനസ്സലിഞ്ഞു. എത്ര പേര് ആമേൻ പറയും? നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ദൈവം നിന്നോട് മനസ്സലിയാൻ പോവുകയാ. പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ആ കുഷ്ഠരോഗിയോട് ദൈവം മനസ്സലിഞ്ഞു. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, ആ മനുഷ്യനോട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം അമർച്ചയായി ശാസിച്ചെന്ന് എഴുതിയത്. പറഞ്ഞു, നീ ഇതാരോടും പറയരുത്, നീ പുരോഹിതന്റെ അടുത്ത് പോണം. അത്ര പറഞ്ഞു കർത്താവ്. അവിടെ ചെന്നിട്ട് ബാക്കി നീ ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അമർച്ചയായി ശാസിച്ചു. ഹല്ലേലൂയ. അമർച്ചയായി ശാസിച്ചു വേറെ ഒന്നും കൊണ്ടില്ല. നീ ഇതാരോടും പറയില്ല. അത്രേ ഉള്ളൂ. സ്തോത്രം. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഏകാന്തത അനുഭവിച്ച, വായിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ഗദരദേശത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒറ്റപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഹല്ലേലൂയ ഏകാന്തത അനുഭവിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് കഴിയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ തേടി എന്റെ കർത്താവ് പോയി. ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടി എന്തെല്ലാം പ്രതികൂലങ്ങൾ താണ്ടിയാണ് എന്റെ ക്രിസ്തു അവിടെ പോയത്. എന്താ കാര്യം എന്നറിയാമോ? എന്റെ കർത്താവ് അവനോട് മനസ്സലിഞ്ഞു. എന്റെ കർത്താവ് ആ മനുഷ്യനോട് മനസ്സലിഞ്ഞു. ഏകാന്തത അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഹല്ലേലൂയ ആ മനുഷ്യനോട് ദൈവം മനസ്സലിഞ്ഞു. രക്തസ്രവം ബാധിക്കപ്പെട്ട സ്ത്രീയെ നോക്ക്, വായിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. പാളയത്തിന് പുറത്താണ്. സമ്പാദ്യം ഉള്ളപ്പോൾ അവളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ രോഗം വന്ന് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അവൾ പാളയത്തിന് പുറത്തു പോയ കിടക്കുന്ന സമയത്ത് യേശുവിന്റെ ശ്രുതി കേട്ടവൾ ഓടി വന്നു. ഹല്ലേലൂയ. കർത്താവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ക്രിസ്തുവിനെ മനസ്സിലായപ്പോൾ കർത്താവ് അത് പറയാതിരുന്നില്ല. അവളെ നിന്ദിച്ചവരുടെ മുമ്പിൽ എന്റെ കർത്താവ് മാനിച്ചു നിർത്തുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ 3 പറഞ്ഞു വിടുക. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, ഏകാന്തത അനുഭവിക്കുന്ന വാത്സല്യ ദൈവമൈതലേ, നിന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, നിന്നോട് ദൈവം മനസ്സലിയാൻ പോകുകയാണ്. നിന്റെ കണ്ണുനീര് അവൻ കാണുന്നുണ്ട് കേട്ടോ. നിന്റെ ഏകാന്തത അവൻ കാണുന്നുണ്ട് കേട്ടോ. നിന്റെ നെടുവീർപ്പ് അവൻ കാണുന്നുണ്ട് കേട്ടോ. നിന്റെ ദുഃഖം അവൻ കാണുന്നുണ്ട് കേട്ടോ. അവൻ നിന്നോട് മനസ്സലിയും. ആരും നിന്നോട് മനസ്സലിഞ്ഞില്ലെങ്കിലും അവൻ നിന്നോട് മനസ്സലിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്നോട് മനസ്സലിയും. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഏകാന്തത അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവ് പറയുന്നു, നീ തനിച്ചല്ല. നിന്നോട് മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നു, ഹല്ലേലൂയ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഞാൻ മാനിക്കും. നിന്നെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നിന്നെ ഞാൻ ഉയർത്തും. നിന്നെ ഹല്ലേലൂയ പകച്ചവരുടെ മുമ്പിൽ നിന്നെ ഞാൻ മാനിക്കും. നിന്നെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നിന്നെ ഞാൻ മാനിക്കും. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഞാൻ നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ദൈവാത്മാവിനോട് ശക്തമായി പറയുന്നു, നിന്നെ ഞാൻ മാനിക്കും, നിന്നെ ഞാൻ മാനിക്കും, നിന്നെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ പറഞ്ഞു സ്വീകരിക്കും. അവസാനത്തെ ഭാഗം തകർന്ന ജനത്തോട്, തകർന്ന മനസ്സുള്ളവരോട്, തകർന്ന ജനത്തോട്. അതാ നമ്മൾ വായിച്ച മത്തായി 9:36.
നമ്മൾ വായിച്ച വാക്യം, യേശു ക്രിസ്തു ജനത്തെ കണ്ടു, ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞും ചിന്നിച്ചിതറി. ജനത്തിന്റെ അവസ്ഥ കണ്ടിട്ട് യേശു അവരോട് മനസ്സിൽ തകർന്ന ജനത്തോട് എന്ത് ചെയ്തു? ദൈവം മനസ്സിൽ. അഞ്ചാമത്തെ കാര്യം, തകർന്ന ജനത്തോട് ദൈവം എന്ത് ചെയ്തു? മനസ്സിൽ. ഇവരെങ്ങനെയാ തകർന്നേ? ഇവരെങ്ങനെയാ തകർന്നത് പറയാം. അതിനു മുമ്പ് കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടോ, ഇടയൻ ഇല്ലാത്ത ആടുകളെ. അപ്പൊ ആടുകൾക്ക് ഇടയൻ വേണോ? ആടുകൾക്ക് ഇടയൻ വേണോ? ഇടയന്മാരുണ്ടെങ്കിൽ പ്രശ്നം. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. സ്തോത്രം. ആടുകൾക്ക് എന്ത് വേണം? ഇടയൻ വേണം. നമുക്കൊരു നല്ല ഇടയനുണ്ട്, നമ്മുടെ കർത്താവായ ക്രിസ്തു. നല്ല ഇടയനാണ്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ, നമുക്ക് പറയാൻ, സംസാരിക്കാൻ നമുക്കൊരു ഇടയൻ വേണം. ആ ദൈവം തന്നെ പറഞ്ഞതാ. നിങ്ങളൊരു വാക്യം വായിക്കാമോ? സംഖ്യാപുസ്തകം 27-ാം അധ്യായം 16-17 ഒന്ന് വായിച്ചേ. സംഖ്യ 27, 16, 17 പെട്ടെന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 27-ന്റെ 16, 17. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കേണ്ടതിന് തക്കവണ്ണം അവർക്ക് മുമ്പായിട്ട് പോകാനും അവർക്ക് മുമ്പായിട്ട് വരാനും അവരെ പുറത്തു കൊണ്ടുപോകാനും അകത്തു കൊണ്ടുവരാനും സകല ജനത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തു കൊണ്ടുപോകാനും അകത്തു കൊണ്ടുവരാനും, പോകുമ്പോ മുമ്പേ നടക്കുവാനും വരുമ്പോ മുമ്പേ നടക്കുവാനും ഒരിടയൻ ആവശ്യമാണ്. ഒരിടയൻ ആവശ്യമാണ്. ഇത് പറഞ്ഞത് മനുഷ്യനല്ല, മോശയോട് ദൈവം പറഞ്ഞ കാര്യം. ഒരിടയൻ ആവശ്യമാണ്. ഹല്ലേലൂയ. അതിന് ദൈവം അവിടെ തെരഞ്ഞെടുക്കുന്ന ഒരാളാണ് യോശുവ എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഹല്ലേലൂയ. അപ്പോ ഇടയൻ നമുക്ക് ആവശ്യമാണ്. ജനത്തെ നടത്താൻ, ജനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ, ഹല്ലേലൂയ, നല്ലത് ജനത്തെ ഉപദേശിക്കാൻ, നല്ല രീതിയിൽ ജനത്തെ കൊണ്ടുപോകാൻ ഒരു ഇടയൻ നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. പക്ഷേ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം ആയപ്പോഴത്തേന് കർത്താവ് നോക്കിയപ്പോ കാണുന്ന കാഴ്ച, ഇടയന്മാരില്ലാതെ ആടുകൾ എന്ത് ചെയ്യാം? കുഴഞ്ഞു ചിന്നിച്ചിതറി തെറ്റിയൊക്കെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് കണ്ടപ്പോ കർത്താവിന് മനസ്സിൽ, ഇതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ഇതിന്റെ കാരണം എന്താണെന്നറിയാവോ? ന്യായപ്രമാണത്തിന്റെ ഭാരം ഏറി ഇവര് തളർന്ന് കുഴഞ്ഞ് ചിന്നിച്ചെതറി നടക്കും. മനസ്സിലായോ? ഒരിടയൻ വേണമെന്നുള്ളത് ദൈവം പറഞ്ഞതാ. പക്ഷെങ്കിൽ ന്യായപ്രമാണം ഈ ജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് അവരെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തി, ഒരിടയന്റെ കീഴിൽ നിൽക്കാതെ എല്ലാത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി അവർ ചിന്നിച്ചിതറി കുഴഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോൾ എന്റെ കർത്താവിന് മനസ്സലിവ് തോന്നിയെന്ന്. അതാ വാക്യത്തിന്റെ അർത്ഥം. ന്യായപ്രമാണത്തിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ യഹൂദന്മാർ ജാതികളെ ന്യായപ്രമാണത്തിന്റെ ഭാരങ്ങൾ അവർക്ക് വഹിക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്യാണ്? അങ്ങ് മാറ്റി നിർത്തിയിരിക്കുക. ഇടയനില്ലാത്ത ആടുകളെ പോലെ തോന്നുന്ന പോലെ, അവർക്ക് തോന്നിയതുപോലെ അവർ ജീവിക്കുന്നു. ഇത് കണ്ടിട്ട് യേശുവിന് മനസ്സലിവ് തോന്നി. ഹല്ലേലൂയ. മനസ്സലിവ് തോന്നി. ഞാൻ പറയട്ടെ, ഒരു നല്ല ഇടയനായിട്ട് എന്റെ കർത്താവ്, ഒരു നല്ല ഇടയനായിട്ട് അവരുടെ നടുവിൽ കർത്താവ് ജീവിച്ചു. ഒരു നല്ല ഇടയനായിട്ട് അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം കൊടുത്തു. ഒരു നല്ല ഇടയനായിട്ട് നമ്മുടെ കർത്താവ് തീർന്നു. എത്ര പേര് രാമൻ പറയും? ഹല്ലേലൂയ.
അങ്ങനെയെങ്കിൽ ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വായിച്ചാട്ടെ. തകർന്ന ജനത്തോട് മനസ്സലിയുന്ന ദൈവം. മത്തായി 11:28-29. ഹല്ലേലൂയ. മത്തായി 11:28-29 വേഗത്തിൽ വായിച്ചോട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഒരാമൻ എത്ര പേര് പറയും? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്തത്, ഞാൻ സൗമ്യതയും. ഇതാ ഞാൻ പറഞ്ഞത് മുമ്പേ ആദ്യം പറഞ്ഞില്ലേ, മനസ്സലിവിന്റെ സ്വഭാവം, ക്യാരക്ടർ പറഞ്ഞില്ലേ. ഇതിനകത്തൊക്കെ പെടുവാണ്. ആകയാൽ എന്റെ നുക ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. മതി. സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് പകൽ മനസ്സിലാക്കണം, കർത്താവിന്റെ മനസ്സലിവ് തകർന്ന ജനത്തിനു വേണ്ടി കർത്താവ് മനസ്സലിഞ്ഞു. ഇന്നാരെങ്കിലും ഇതിനകത്ത് തകർന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം തകർന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം. നിന്റെ അടുത്ത് യേശുവുണ്ട്, നിന്റെ അടുത്ത് യേശുവുണ്ട്. നിനക്ക് കാണാൻ പറ്റുമെങ്കിൽ നീ കണ്ടോ ആത്മാവിൽ. നിന്റെ അടുത്ത് കർത്താവുണ്ട്, നിന്റെ അടുത്ത് കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭാരം അവൻ അറിയുന്നു, അവൻ നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്റെ അടുത്തുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ മനസ്സലിവ്, 1 വേദനിക്കുന്നവരോട്, 2 ദുഃഖിക്കുന്നവരോട്, 3 വിശക്കുന്നവരോട്, 4 ഏകാന്തത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരോട്, 5 തകർന്ന മനുഷ്യരോട് കർത്താവ് എന്ത് ചെയ്തു? മനസ്സലിയുവാൻ ഇടയായി തീർന്നു. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ കർത്താവിന്റെ മക്കളാണെങ്കിൽ നമ്മളിലും ഈ മനസ്സലിവുണ്ടാകട്ടെ, നമ്മളിലും ഈ മനസ്സലിവുണ്ടാകട്ടെ. വേദനിക്കുന്നവരോട്, ദുഃഖിക്കുന്നവരോട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അത് വിശക്കുന്നവരോട്, ഹല്ലേലൂയ, ഒറ്റപ്പെടൽ ഏകാന്തത അനുഭവിക്കുന്നവരോട്, തകർന്നിരിക്കുന്നവരോട് നമുക്ക് മനസ്സലിവുണ്ടാകട്ടെ. കണ്ണുകൾ അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. പേഴ്സണലായിട്ട് ഞാൻ ഈ മീറ്റിംഗ് സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം പേഴ്സണലായി പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ എല്ലാവരും. താങ്ക് യു ലോർഡ്. കണ്ണുകൾ അടച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് സമർപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് സമർപ്പിക്കാം. യേശുവിന്റെ മനസ്സലിവ്, അതാണല്ലോ ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ. കർത്താവ് ആരോടൊക്കെയാണ് മനസ്സലിയുന്നത്? കർത്താവ് ആരോടൊക്കെയാണ് മനസ്സലിയുന്നത്? ഇന്ന് പകൽക്കാലം ശാരീരികമായി വേദന അനുഭവിച്ചവരോടോ മനസ്സലിഞ്ഞു, ശരീരത്തിൽ കുറവുള്ളവരോടോ മനസ്സലിഞ്ഞു, ദുഃഖം അനുഭവിക്കുന്നവരോടോ മനസ്സലിഞ്ഞു, വിശക്കുന്നവരോടോ മനസ്സലിഞ്ഞു, ഏകാന്തതയും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരോട് കർത്താവ് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. തകർന്ന ജനത്തോടവൻ മനസ്സലിഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവം, എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നോടും കൂടെ ഒന്ന് മനസ്സലിയണേ, എന്റെ വിഷയത്തോടും കൂടെ അങ്ങൊന്ന് മനസ്സലിയണേ. ഞാൻ പറയാം, ദൈവം മനസ്സലിഞ്ഞെങ്കിലേ നമുക്കൊരു വിടുതലുള്ളൂ. ദൈവം മനസ്സലിഞ്ഞെങ്കിലേ നമുക്കൊരു വിടുതലുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെ കൊണ്ടുവന്നത് ദൈവമല്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അപ്പാ ഞങ്ങളോട് മനസ്സലിയണേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളുടെ വിഷയത്തിൽ അങ്ങ് പ്രവർത്തിക്കണേ. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മറുപടി ഞങ്ങൾക്ക് അയക്കണമേ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ പ്രിയ അച്ഛൻ സൈമൻ അച്ഛൻ പ്രാർത്ഥിച്ചാൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ വാഴ്ത്തി. ഹല്ലേലൂയ.
ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ദൈവം മനസ്സലിയട്ടെ. ദൈവത്തിന്റെ മനസ്സലിവ് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ മനസ്സലിവ് വെളിപ്പെടട്ടെ. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് മനസ്സലിയും. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, കാവൽ, കൂട്ടായ്മ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും പ്രാപിച്ച എല്ലാ വിടുതലിന്റെ മേൽ, കേൾക്കപ്പെട്ട തിരുവചനത്തിന്റെ മേൽ, ആ പ്രിയപ്പെട്ടവരുടെ മേൽ, ദൂരത്ത് ഇരുന്ന് ഈ മീറ്റിംഗ് സംബന്ധിച്ച ദൈവമക്കളുടെ മേൽ, സകല വിശുദ്ധന്മാരുടെ മേൽ കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ദൂരത്തും ചാരത്തും ഇരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ശേഷം